പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് പ്രയർ ലൈനിൽ വീണ്ടും കടന്നു വരുവാനും എന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ വീണ്ടും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് അടിയന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഒക്കെ ഷെയർ ചെയ്യുവാൻ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല ഓപ്പർച്യൂണിറ്റിക്കായി ദൈവത്തിന് ആയിരം നന്ദി ദൈവസന്നിധി കരയിറ്റുന്നു. എല്ലാവരും ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ പ്രയർ ലൈനിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ എന്ത് സാക്ഷ്യം ഞാൻ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ എത്ര പറഞ്ഞാലും അതെത്രയൊക്കെ വർണ്ണിച്ചാലും മതി വരാത്തതാണല്ലോ. അതുകൊണ്ട് ഏത് സാക്ഷ്യം പറയണമെന്നുള്ളത് എപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്. കർത്താവ്, ഞാൻ ഏത് സാക്ഷ്യമാണ് പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തും ഈ അവസാന നിമിഷം വരെ ഏത് സാക്ഷ്യം പറയണമെന്നുള്ളത് എനിക്ക് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ ഈ പ്രയർ ലൈനിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, ഇന്ന് ഞങ്ങൾ ഡെയിലി മെഡിറ്റേഷന് വേണ്ടി വായിച്ച ഒരു വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് നൽകി തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ദൈവം എന്നോട് എന്തെങ്കിലും എന്റെ സാക്ഷ്യങ്ങൾ എന്തെങ്കിലും പറയുവാൻ എനിക്ക് ഹേമം നൽകി തന്നാൽ ഞാൻ അത് പറയുന്നതായിരിക്കും. എന്നാൽ അതിനു മുമ്പായി ഞാൻ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ ഇന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ച ആ വചനത്തിൽ നിന്ന് എന്നോട് ഇടപെട്ടതായ ഒരു വചനം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു കൊള്ളട്ടെ. കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ പ്രയർ ലൈൻ നടത്തുന്നതും നമ്മൾ വചനം കേൾക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പാട്ടുപാടുന്നു, നമ്മളെല്ലാവരും ഇതുപോലെ ആത്മീയമായി ഒത്തിരി തീഷ്ണതയിലായിരിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞ കർത്താവിന്റെ മടങ്ങിവരവാ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കർത്താവിന്റെ മടങ്ങിവരവാ. അതിലേക്കുള്ള ഒരു ഒരുക്കമാണ് ഈ പ്രയർ ലൈൻ. ഏത് കാര്യത്തിന്റെയും ആത്മീയമായ ഏത് വിഷയത്തിന്റെയും അതിന്റെ ഏറ്റവും മോട്ടീവ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ തീം എന്ന് പറയുന്ന കർത്താവിന്റെ വരവാ. കർത്താവിന്റെ വരവെങ്കിൽ പോകണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുകയാണ് ഈ പ്രയർ ലൈന് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. എന്നാൽ പലപ്പോഴും എന്റെ ജീവിതത്തിലാണെങ്കിൽ പോലും വന്ന ചില കാര്യങ്ങളും എന്നോട് പരിശുദ്ധാത്മ ഇടപെട്ടത് എന്റെ ജീവിതത്തിൽ കൂടി പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആ പറയുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ആഴമായി ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ അത് നിങ്ങളുമായി സംസാരിക്കാൻ കാരണം കർത്താവിന്റെ വരവ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഞങ്ങളുടെ ചർച്ചിലെ പ്രയർ ലൈനിലും ദൈവത്തിന്റെ അഭിഷക്തൻ സംസാരിച്ചപ്പോൾ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് തീക്ഷ്ണമായി സംസാരിപ്പാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. കർത്താവ്, ഇന്ന് കർത്താവ് വന്നാല് ഞാൻ എടുക്കപ്പെടുമോ? എന്റെ ജീവിതത്തിൽ എന്താണ് കുറവുകൾ? ഇപ്പൊ നമ്മൾ ഈ സാക്ഷ്യം പറയുന്നതിന്റെ ഉദ്ദേശമുണ്ട്. ഈ പ്രയർ ലൈനുകളിലൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. അത് നമ്മളെ എൻകറേജ് ചെയ്യും. നമ്മുടെ വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും, അല്ലെങ്കിൽ ഒരാളുടെ സാക്ഷി മറ്റൊരാളെ തളർന്നു കിടക്കുന്ന ഒരാളെ ജീവിപ്പിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ പരമോന്നതമായ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അത്ഭുതം ചെയ്യുന്നവനാണ്, അടയാളം ചെയ്യുന്നവനാണ്, കർത്താവിന്റെ വീര്യപ്രവൃത്തികളുണ്ട്. അതിലെ മാത്രം ആശ്രയിച്ച് കർത്താവ് എന്റെ ജീവിതത്തിൽ കടം മാറ്റി തരണം, കർത്താവ് എന്റെ രോഗം മാറ്റി തരണം, എന്റെ തലമുറയുടെ വിഷയത്തിന് വിടുതൽ ഉണ്ടാവണം, അതല്ല അതിന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ കർത്താവ് നന്മ ചെയ്താലും തിന്മ ചെയ്താലും എന്റെ ഉദ്ദേശം നിത്യതയിൽ കാണണം എന്നുള്ളതായിരിക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠനമാണത്. കർത്താവെ, ഞാൻ ഒരുക്കപ്പെടുന്നുണ്ടോ കർത്താവിന്റെ വരവിന് വേണ്ടി? അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സംഖ്യാപുസ്തകം 32-ാം അധ്യായം. ഇന്ന് ഞങ്ങൾ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു വാക്ക് എന്നെ വളരെയധികം എന്നെ സത്യം പറഞ്ഞാൽ അതെന്റെ ഹൃദയത്തെ ശരിക്കും പറഞ്ഞാൽ മുറിപ്പെടുത്തുന്നത് പോലെ തോന്നി എനിക്കത് വായിച്ചപ്പോൾ. ഞാൻ അതൊന്ന് വായിക്കട്ടെ. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് സംഖ്യാപുസ്തകം 32-ാം അധ്യായം. അതിലെ കുറച്ച് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കോണ്ടെക്സ്റ്റ് ഇതാണ്: ഇസ്രായേൽ ജനം തങ്ങള് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ അവരുടെ യാത്രകളിൽ പല സ്ഥലങ്ങളിൽ അവരിങ്ങനെ കൂടാരമടിച്ച് പാർക്കുന്നു. മേഘം പൊങ്ങുമ്പോൾ അവരവരുടെ കൂടാരവും എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. മോശ മരിച്ചു. യോശുവയും കൂട്ടരും ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നു. അവർ തന്റെ ജനവുമായിട്ട് കടന്നു പോകുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കാണ് എന്നെ ഹൃദയത്തെ ചിന്തിപ്പിച്ചത്.
ഇതിന്റെ 4-ാമത്തെ വാക്യം, യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം, അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. ഇതാരാണ് പറയുന്നത്? എന്നാൽ രൂബേനിയർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയുന്നത് ഇപ്പൊ രൂബേനിയരും ഗാദും ഇവരാണ് പറയുന്നത്. ഇവര് യോശുവയുടെയും അവരുടെ അടുക്കൽ വന്ന് പറയുന്ന ഒരു വാക്കായത്. ഞങ്ങൾക്കിപ്പോ ഒത്തിരി ആടുമാടുകളുണ്ട്, ഈ ദേശം, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ദേശം ഞങ്ങൾക്ക് കൊള്ളാവുന്ന ദേശമാണ്, അതുകൊണ്ട് ഈ ദേശം ഞങ്ങൾക്ക് മതി, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോട് രൂബേന്യരോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്ന എന്തിന്? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം, മോശയും ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ലീഡർഷിപ്പില് അവരിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. ലീഡർഷിപ്പ് മാറുന്നു, ഇസ്രായേൽ ജനം പല സ്ഥലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ പല രീതിയിലുള്ള പ്രോസ്പെറിറ്റി കാണുന്നുണ്ട് അവിടെ. അവരുടെ ആടുമാടുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം വന്നപ്പോൾ കുറച്ച് ആടുമാടുകൾ, എന്നാൽ ജനം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അഭിവൃദ്ധികൾ, അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങളെയൊക്കെ കാണുമ്പോൾ ഓരോ ഗോത്രങ്ങൾക്ക് അവരുടേതായ സ്ഥലങ്ങൾ വിഭാഗിച്ചൊക്കെ കൊടുക്കുമ്പോൾ മോശയുടെ അടുക്കൽ ഈ രൂബേന്യരും ഗാദ്യരും വന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം കൊള്ളാം, ഞങ്ങൾക്കെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കനാൻ ദേശത്തേക്ക് വരണമെന്ന് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല, കാരണം ഞങ്ങളുടെ ആടുമാടുകൾക്കൊക്കെ ഈ സ്ഥലം കൊള്ളാം. ഈ വാക്യം വായിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ആ ചിന്ത വരുവാൻ, ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ട് ആ വാചനം ഷെയർ ചെയ്യാനിടയായി തീർന്നു. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ്, കർത്താവ് ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലം എടുത്ത്, ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ എന്റെ പിതാക്കന്മാരുടെ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കുള്ളതൊക്കെ, എന്റെ മമ്മിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മമ്മിയുടെ കുടുംബവും മമ്മിക്കുള്ളതൊക്കെയും വിട്ടിട്ട് ഈ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. അപ്പം ഞാൻ ഓർത്തൊരു കാര്യം, അവർക്ക് ഇതൊക്കെയും നശ്വരം, ഇതൊന്നും ഈ ഭൂമിയിലുള്ളതൊന്നിനും വിലയില്ല എന്ന് തോന്നിയ ആൾക്കാരവര്. കാരണം അവര് നിത്യമായതിനെ, ഘനമായതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കണ്ടിറങ്ങി തിരിച്ചത്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു, കർത്താവ് അടുത്ത തലമുറയായി ഞാൻ കടന്നു വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത അല്ലെങ്കിൽ അതിന്റെ മൂല്യം കുറഞ്ഞു പോയോ? ഈ ലോകത്തിൻ്റെതായ സുഖ സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഖലോലുപതയ്ക്കിടയ്ക്ക് നിത്യത വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് ജനം ആയി പോകുന്നുണ്ട്. എന്റെ മനസ്സിൽ അങ്ങനത്തെ വല്ലോ ചിന്തയും കർത്താവെ വന്നു പോയോ എന്ന് ഞാൻ എന്നെ തന്നെ ഈ രാത്രി ഒന്ന് ശോധന ചെയ്യുവാനിടയായിത്തീർന്നു. പെട്ടെന്ന് ഈ വചനം സംസാരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പ്രയർ ലൈനിൽ ഇതിനെക്കുറിച്ച് പറയണമെന്ന്. എന്താന്ന് എനിക്ക് കാര്യം അറിയത്തില്ല, പക്ഷെ ഞാനത് എന്റെ ജീവിതത്തിലെ കാര്യങ്ങളുമായി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്ന ഓരോ നന്മകളും ഉപകാരങ്ങളും നമ്മൾ ദൈവത്തെക്കാൾ അധികം അതിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ദൈവം നമ്മൾക്ക് ഈ അനുഗ്രഹങ്ങളും ദൈവം നമ്മൾക്ക് ഈ പദവിയൊക്കെ നൽകി തന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച ഏവർക്കും കർത്താവ് സമീപസ്ഥനായി കൂടിയിരുന്ന് അനുഗ്രഹങ്ങളെ നൽകി തന്നതിന്റെ ഉദ്ദേശം പിതാക്കന്മാരോടുള്ള നീതിയാണ്. എന്നാൽ ആ അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മുടെ നിത്യതയ്ക്ക് ഒരു തടസ്സമായി തീരരുത്. അതാണ് എനിക്ക് ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളോട് പറയുവാനുള്ളത്. കാരണം ഈ ജനം മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ മിസ്രൈമിൽ അവർ കഷ്ടതയും വേദനയും പ്രയാസവും ഒക്കെ അനുഭവിച്ചപ്പോൾ അവരൊന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഞങ്ങളെ രക്ഷിക്കണേ ദൈവമേ എന്ന് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ലീഡർ എഴുന്നേൽക്കും, അവരെ ആ അടിമത്തത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. അവരങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നിലവിളിക്കുകയും ചെയ്തപ്പോൾ ആ നിലവിളിക്കൊരു അറുതി വരുത്തി ദൈവം എന്ത് ചെയ്തു? മോശയെ എഴുന്നേൽപ്പിച്ചു, ആ ജനത്തെ കൊണ്ടുവരുക. എന്നാൽ ഈ തുടർന്നുള്ള ഈ 40 വർഷത്തെ യാത്രയുടെ ഇടയിൽ അവർക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു ജനറേഷൻ, ഞാൻ പറയുന്ന എന്നെ പോലുള്ള എന്റെ ജനറേഷൻ, എന്റെ അടുത്ത ജനറേഷൻ, ഈ ജനറേഷനാണ് ഇന്ന് ഈ ലോകത്തായിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരു സത്യത്തിന് വേണ്ടി, അതായത് മിസ്രൈം അടിമത്തത്തിൽ നിന്നൊക്കെ പുറപ്പെട്ട് അവർ കനാൻ ദേശം ഉറ്റുനോക്കി അല്ലെങ്കിൽ അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി അവരിങ്ങനെ പുറപ്പെടുമ്പോൾ അടുത്ത ജനറേഷനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കർത്താവിനെ അറിഞ്ഞത് ഒരിക്കലും എല്ലാം വിട്ടിട്ടൊന്നുമല്ല. എന്റെ മാതാപിതാക്കൾ പെന്തക്കോസ്തിലായതുകൊണ്ട് ഞാൻ പെന്തക്കോസ്തിലായ ഒരാളാണ്. എന്നാൽ എന്റെ ജീവിതത്തിൽ വന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ് ദൈവമക്കളെ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് പലപ്പോഴും ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ പലരും പെന്തക്കോസ്തുകാരെ പോലെ ജീവിക്കുകയാണോ അതോ പെന്തക്കോസ്തുകാരെ പോലെ അഭിനയിക്കുകയാണോ? അതാണ് എന്നെ ഈ ദിവസങ്ങൾ ചിന്തിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ
പരീശന്റെ പുളിച്ച മാവിനെ വിട്ടൊഴിയുക എന്നുള്ള ആ വചനം എടുത്ത് സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യം ഇതായിരുന്നു. നമ്മൾ പലപ്പോഴും ദേവദാസൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മൾ പലപ്പോഴും ദൈവമക്കളാണോ അതോ ദൈവമക്കളാണോ അഭിനയിക്കുവാണോ? അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു, കർത്താവെ, ഞാൻ അഭിനയിക്കുവാണോ അതോ ഞാൻ യഥാർത്ഥമായി എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് ഈ പ്രെയർ ലൈനിൽ അത് തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ഈ ദിവസങ്ങളിൽ എന്നോട് പരിശുദ്ധാത്മ ഇടപെടുന്ന കാര്യം അതാണ്. എന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു വ്യക്തി ജീവിതത്തിനെങ്കിലും അതൊരു അനുഗ്രഹമായി രൂപാന്തരമായി വന്നാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ പലപ്പോഴും പ്രെയർ ലൈനുകൾ കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നതിന്റെയും മെയിൻ റീസൺ എന്താ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ ചോദിച്ചു, ഇന്ന് ഈ പ്രെയർ ലൈനിൽ ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാൻ കാരണം എന്താ? നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണോ? അതായത് മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ രോഗസൗഖ്യം, അതോ വചനം കേട്ട് ഒരു ശുദ്ധീകരണം, എന്റെ ജീവിതത്തിൽ എന്ത് ക്രമീകരണം വരുത്തിയാണ് ഞാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്? അതോ ഈ അനുഭവസാക്ഷ്യം കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്താണ്? ഇതിന്റെ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് തുറന്നു പറയാം. നിത്യതയിലേക്ക് എത്തുവാൻ തടസ്സമായ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ കർത്താവേ? ഞാനിപ്പോൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എനിക്കുമുണ്ട് വിഷയങ്ങൾ. ആ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ലഭിക്കുമ്പോൾ അത് നിത്യതയ്ക്ക് യോഗ്യമാവണ്ണമുള്ള മറുപടിയാണോ, അതോ ഈ ഭൂമിയിൽ തീർന്നു പോകേണ്ട ഒരു മറുപടിയാണോ? അതായത് നശ്വരമായ ചില മറുപടികൾക്ക് വേണ്ടിയാണോ ഞാൻ കാത്തിരിക്കുന്നത്, അതോ നിത്യതയ്ക്ക് വേണ്ടിയാണോ? നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളുടെയും മെയിൻ മോട്ടീവ് അത് നിൽക്കേണ്ടത് നിത്യതയ്ക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കർത്താവേ, എന്റെ തലമുറ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിത്യതയ്ക്ക് യോഗ്യമാവണ്ണം ഉള്ള ഒരു കുടുംബജീവിതം ആയിരിക്കണം. അല്ലാതെ ഓക്കെ അവരുടെ ലൈഫ് സെറ്റിൽ ആയിരിക്കണം, എല്ലാം ഉള്ള ഒരു വീട്ടിലെ കുഞ്ഞായിരിക്കണം, അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം, അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കണം, തലമുറ ഉണ്ടാകണം, ഇതൊക്കെയാണോ വിഷയം? അതോ അവരുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രതികൂലങ്ങളൊക്കെ എന്തൊക്കെ വന്നാലും ദൈവത്തിൽ നിന്ന് വിട്ടുമാറാതെ ദൈവത്തിൽ അടിയുറച്ചുള്ള വിശ്വാസത്തോടുകൂടെ നിത്യതയിൽ എന്റെ തലമുറകൾ എത്തണം എന്നുള്ള വിഷയത്തിൽ എത്ര മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്? അതായിരിക്കണം നമ്മുടെ ഇന്റൻഷൻ. ഈ ദിവസങ്ങൾ എന്നെ ചിന്തിപ്പിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ എന്റെ തോട്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വായിച്ച വചനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവര് മോശയുടെ എടുക്കുമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്: ഞങ്ങൾക്ക് ഈ ദേശം കൊള്ളാം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് വരണം താല്പര്യമില്ല. ഇനിയുള്ള ജനറേഷൻ, ഞാൻ ഇന്ന് എന്റെ ഹസ്ബൻഡിനോട് അതാ ചോദിച്ചു, നമ്മുടെ തലമുറകളൊക്കെ വളർന്നു വരുമ്പോൾ ഇവർക്ക് നിത്യതയിൽ എത്തണമെന്നാണ് ആയിരിക്കും ആഗ്രഹം. അന്നത്തെ ആ ഒരു സമയമാകുമ്പോൾ അവർക്ക് നിത്യതയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുമോ, അതോ ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങൾ, അവർക്കിപ്പോൾ ലഭിക്കാവുന്ന മൊത്തം, അവർക്ക് കയ്യിൽ കിട്ടാവുന്ന എല്ലാ നന്മകളും, ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത? അതോ കർത്താവിന്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ ഭരിക്കുന്നു. അപ്പൊ ഞാൻ അത് തന്നെ ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, നമ്മുടെ തലമുറകൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ ഒക്കെയും, നിങ്ങളുടെ സഹോദരങ്ങൾ നിത്യതയിൽ കാണണം എന്നുള്ള ആഗ്രഹം എത്ര പേർക്കുണ്ട്? നമുക്ക് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഒന്ന് വാഞ്ചിക്കാം, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഷോർട്ട് ടേമിലേക്കുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, അതായത് നമ്മൾക്ക് വേണ്ട സാമ്പത്തിക നന്മകൾ, ഇതൊന്നും വേണ്ടാന്നല്ല, ഇതിനുവേണ്ടി ഒന്നും പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നമ്മളിപ്പോ ഒരു കടം മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ചോദിക്കേണ്ട, കർത്താവേ, എന്റെ ഈ കടം മാറ്റി തന്നാൽ ഇനി ഒരിക്കലും കടം മേടിക്കാതെ ദൈവസന്നിധിയിൽ അന്നന്ന് കർത്താവ് പഠിപ്പിച്ചതുപോലെ അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകി തരണം, അന്നന്ന് ജീവിക്കാനുള്ള നന്മകൾ നൽകി തരണം. ഒരിക്കലും ദ്രവ്യാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ കർത്താവേ. കാരണം നമ്മുടെ വചനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂല കാരണം. പലപ്പോഴും നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, നമുക്ക് നന്മകൾ ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് ഉദ്ദേശം എന്താ? ഈ ഭൂമിയിലെ ജീവിതം നമ്മളൊന്ന് ഭദ്രമാക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി എത്ര ആൾക്കാർ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? എന്റെ കർത്താവ്, എനിക്ക് നിത്യതയിലെത്തണം, അതിനുവേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ ഒന്ന് ഓർത്ത് ആ വാഞ്ചയോടെ എത്ര ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ എന്നെ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ദൈവമക്കളെ ഞാൻ വേദനയോടുകൂടെ ഇന്നത്തെ എന്റെ ഈ ടെസ്റ്റിമണി ഞാൻ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കുഴപ്പമില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതത്തിലാണോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്? ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ അതിന്റെ പിമ്പിലുള്ള മോട്ടീവ് എന്താ? എന്റെ പ്രയർ റിക്വസ്റ്റുകൾക്കെല്ലാം മറുപടി ലഭിക്കണമെന്നാണോ? അതോ സ്വർഗീയ നിത്യതയിൽ കർത്താവിന്റെ വരവിങ്കൽ ഞാൻ കാണപ്പെടണം, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നിത്യതയിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണോ നമ്മൾ മുന്നേറുന്നത്? ഇതാണ് എന്റെ ചോദ്യം. എന്നെ തന്നെ അതിലേക്ക് ഒന്ന് പരിശോധിക്കാൻ ദൈവാത്മാവ് എന്നെ ഇടയാക്കി. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കുറവുകൾ എനിക്ക് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പറയുന്നത്.
അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ പരിശുദ്ധാത്മാ പഠിപ്പിച്ച ഒരു ടോപ്പിക്കും കൂടെ ഞാൻ ഇതുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ വായിച്ച വചനത്തോട് തന്നെ ജോയിൻ ചെയ്ത് ആ ഒരു തോട്ടും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. ഈ ദിവസങ്ങളെല്ലാം ഈ ഒരു 2021 കയറിയ സമയം തൊട്ട് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ ഞാൻ ഇന്നും പ്രാർത്ഥിപ്പാനിരിക്കുമ്പോൾ വചനം വായിക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തിന്റെ കരഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേലൊന്ന് നൽകി തരണം. ദൈവമക്കളെ, ഏലിയാവിന്റെ അടുത്ത് ഏലീശ വന്ന് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: നീ പോകുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം മതി, ഒന്നും എനിക്ക് വേണ്ട. വേണമെങ്കിൽ എലീശയ്ക്ക് ചോദിക്കാം, വീടും വസ്തുവും ഒക്കെ ചോദിക്കാം. കാരണം എലിയ ചോദിച്ചതാ, ഞാൻ പോകുമ്പോൾ നിനക്ക് എന്താ വേണ്ടെന്നാ ചോദിച്ചത്. ആത്മീയമായത് വേണമെങ്കിൽ പറയാം, ഭൗതികമായതും പറയാം. എന്നാൽ എലീശയുടെ കാഴ്ചപ്പാട്, എലീശയ്ക്ക് ആ വെളിപ്പാട് മനസ്സിലായി. എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് മതി. ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ലഭിക്കും. അതാണ് എലീശയുടെ കാഴ്ചപ്പാട്. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്: കർത്താവേ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേലൊന്ന് നൽകി തരണമേ. ദൈവമക്കളെ, എത്ര പേര് അതിനുവേണ്ടി വാഞ്ചിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെയും ഞാൻ ഈ അമേരിക്കയിൽ കടന്നു വന്ന സമയത്ത് ഞാൻ എന്റെ പോലുള്ള യൗവനക്കാർ അനേകരുമായിട്ട് സംസാരിച്ചപ്പോൾ പലർക്കും ഈ ആത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ വില അറിയത്തില്ല. പലർക്കും അഭിഷേകം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അതിന്റെ നിറവ് പ്രാപിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾറെഡി ഞങ്ങളത് പ്രാപിച്ചതാന്ന് പറയുന്നതല്ലാതെ അതിന്റെ ഇമ്പോർട്ടൻസ് അതറിയാതെ പോകുന്ന കുറെ പേര് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ഈ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ തലമുറയ്ക്ക് വേണ്ടി കരയേണ്ടത് ആവശ്യമാണ്. ദിവസങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കിക്കും, നിങ്ങളുടെ കൊച്ചുമക്കളെ നിങ്ങൾ നോക്കി, അവരൊക്കെ അഭിഷേകത്തിന്റെ പൂർണ്ണത പ്രാപിച്ചവരാണോ? നമ്മൾ കർത്താവിനെ രക്ഷിതാവെ സ്വീകരിച്ചപ്പോൾ ശരിയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു. എന്നാൽ അതിന്റെ പൂർണ്ണ അവസ്ഥയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പൂർണ്ണത, പരിശുദ്ധാത്മ സ്നാനം, അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്തിനാണ് ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? അതാണ് എനിക്ക് ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുവാനുള്ളത്. എന്തിനാ നമ്മൾക്ക് വേണ്ടത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് ആ ബലം, ആ ശക്തി ആവശ്യമാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു അഭിഷേകം കിട്ടിയ ഒരു സാക്ഷ്യമാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ. കാരണം പെന്തക്കോസ്തിൽ ജനിച്ച് വളർന്നിട്ട് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് യൂഷ്വലി ഞാൻ പഠിച്ച സ്കൂളുകളിലാണെങ്കിൽ പോലും, നഴ്സിംഗ് കോളേജിലൊക്കെ പഠിച്ചപ്പോൾ അനേക പെന്തക്കോസ്ത് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായിത്തീർന്നു. പലരുമായിട്ടുള്ള എൻ്റെ കോൺവെർസേഷനിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്: മാതാപിതാക്കൾ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ചർച്ചിൽ എല്ലാവരും ചോദിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെട്ട അനേകർ എനിക്ക് കാണുവാൻ ഇടയായി തീർന്നുണ്ട്. യഥാർത്ഥമായി കർത്താവിന്റെ ക്രൂശിന്റെ ആ ഒരു അവസ്ഥ അറിയാതെ, കർത്താവ് വന്നത് എന്തിനാതുപോലും അതിന്റെ യഥാർത്ഥ അവസ്ഥ അറിയാതെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അനേക കുഞ്ഞുങ്ങളെ എനിക്ക് കാണുവാൻ ഇടയായി തീർന്നുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നത് എൻ്റെ ആ ടെസ്റ്റിമണി പറയുവാനാണ്. ഞാൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, എങ്ങനെയാണ് സ്നാനപ്പെട്ടത്, എങ്ങനെയാണ് അഭിഷേകം പ്രാപിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാസ്റ്ററുടെ മകളാണ്. ഞാനൊരു ജനിച്ചതേ പെന്തക്കോസ്ത് ഭവനത്തിലാണ്. ഞാൻ പെന്തക്കോസ്തിലെ 4ാം തലമുറക്കാരിയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഹെറിറ്റേജ് ആയിട്ട്, ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ, എൻ്റെ ലൈഫിലേക്ക് ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതൊന്നും എനിക്ക് വളരെ, ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കർത്താവെ, വലിയ അഹങ്കാരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ പെന്തക്കോസ്തുകാരിയായിട്ടാണ് ജനിച്ചത്? എന്നാൽ ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചു, നീ യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്തുകാരിയാണോ? നീ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവമക്കളെ, എനിക്ക് കിട്ടിയ ആൻസർ 0. അല്ലാതെ എനിക്ക് 1% പോലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചുവെന്ന് എനിക്ക് പറയുവാൻ കഴിയാത്ത അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായ ആ ഒരു രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണിക്കുന്നത് പരീക്ഷന്മാരുടെ പുളിച്ച മാവ് പോലെ നമ്മൾ അഭിനയിക്കുകയാണ്. നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആത്മീകം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? എല്ലാ ആഴ്ചയിലും ചർച്ച വരുന്നുണ്ടോ? പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയുടെ രീതി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല വാക്കുകളൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ കൊച്ചിന്റെ പ്രാർത്ഥന കൊള്ളാം, ആ മോള് കൊള്ളാം, അല്ലെങ്കിൽ ആ സഹോദരി കൊള്ളാം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ബൈബിൾ വായിക്കുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നു, ദൈവിക കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ വിലയിരുത്തുന്നു അവർ ആത്മീകരാ എന്ന്. എന്നാൽ യഥാർത്ഥമായ അവരുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും കാണത്തില്ല. ചർച്ച വരുമ്പോഴത്തെ പ്രാർത്ഥന മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും, ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ഞാൻ അങ്ങനെയുള്ള ഒരാളാണോ എന്ന് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുവാനിടയായി തീർന്നു. പല സാഹചര്യങ്ങളും ഞാൻ നോക്കിയപ്പോൾ യെസ്, കുറച്ചൊക്കെ നമ്മളും അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ അത് സമ്മതിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങൾ 2021 കയറിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, കർത്താവേ,
അല്ല, എനിക്കൊരു മാറ്റം ആവശ്യമാണ് ജീവിതത്തിൽ. എന്റെ കുറവുകൾ ഞാനിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഈ കൊച്ചിതൊക്കെ തുറന്നു പറയുന്നത്? ഞാനിത് പറയാൻ കാരണം ഒരു വേദന, ഒരു വലിയ ഭാരം എൻ്റെ ഹൃദയത്തിൽ ഈ 2021 കർത്താവ് എനിക്ക് നൽകി തരുവാൻ ഇടയായിത്തീർന്നു. അതായത് കർത്താവിന്റെ വരവെങ്കിൽ പോകണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഓർഡിനറി പെന്തുകോസുകാരിയായി, ഒരു ഓർഡിനറി വിശ്വാസിയായി പോകാൻ പറ്റത്തില്ല. അതെന്നെ പഠിപ്പിച്ചത് ഏലിയാവിന്റെയും എലീശയുടെയും ആ ഒരു കോണ്ടസ്റ്റ് വായിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്. കാരണം ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്ക് അത് ലഭിക്കും, നീ ചോദിച്ച ആ ഇരട്ടി പങ്ക്. ഏലിയാവ് എടുക്കപ്പെടുന്നത് കാണുക എന്ന് പറയുന്നത് അതത്ര ഈസിയുള്ള കാര്യമല്ല. കാരണം നമ്മൾ വായിക്കുന്നത് നമുക്കറിയാമല്ലോ, ചുഴലിക്കാറ്റ് വന്ന് ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുന്നത്. ചുഴലിക്കാറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചുറ്റും പൊടി പടലങ്ങൾ ഇങ്ങനെ ഉയരുവാനിടയായിത്തീർന്നു. നമ്മുടെ കണ്ണ് തുറന്ന് നമുക്ക് കാണാം. സാധാ ഒരു കാറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് തുറന്നു പിടിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഏലിയാവ് കൊടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കണ്ണ് തുറന്നു പിടിക്കാൻ നോർമൽ രീതിയിൽ കാണുവാൻ കഴിയത്തില്ല. എന്നാൽ അവന്റെ ഹൃദയത്തിലെ വാഞ്ചയുണ്ടല്ലോ, ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അതെനിക്ക് എങ്ങനെ ലഭിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ പൊടിപടലങ്ങളും ഈ കൊടുങ്കാറ്റും ഒന്നും എനിക്ക് വിഷയമല്ല. ആ ഒരു തീഷ്ണതയോടുകൂടി ഏലിയാവ് എടുക്കപ്പെടുന്ന നോക്കി നിന്ന് കാണുവാൻ ഇടയായിത്തീർന്നു. ഇതുപോലെ തന്നെയാ ദൈവമക്കളെ, ദൈവപുത്ര കർത്താവിന്റെ മടങ്ങി വരവ്. നമ്മള് അത് നോക്കി പാർക്കുക എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. നോക്കി പാർക്കുക, കാത്തിരിക്കുക, കണ്ണും വെക്കാതെ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇടയ്ക്കൊരു നമ്മൾ ഡീവിയേഷൻ പോലും വരുവാൻ പാടില്ല. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മാനുഷികമായ കണ്ണുകളെ കുറിച്ചല്ല അത് പറയുന്നത്, നമ്മുടെ ആത്മീക കണ്ണിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? നമ്മുടെ ചുറ്റുമുള്ള പൊടിപടലങ്ങൾ, ലോകത്തിൻ്റെതായ പൊടിപടലങ്ങൾ, ഇതൊന്നും നമ്മുടെ അകം കണ്ണിനെ അടച്ചു കളയരുത്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആ ഒരു പ്രത്യാശ നമ്മളിൽ നിന്ന് എടുത്തു കളയരുത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്നറിയാം മക്കളെ? ഈ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ കുറിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണം. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ നിത്യതയിൽ കാണുമോ? അവരിങ്ങനെ പോയാൽ നിത്യതയിൽ കാണുമോ? അവരെല്ലാ ആഴ്ചയിലും ചർച്ച വരുന്നുണ്ട്, ശരിയാ. എന്നാൽ അവർ യഥാർത്ഥമായി കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടോ? കർത്താവേ, എന്റെ ഭർത്താവിനുണ്ടോ? എന്റെ ഭാര്യയ്ക്കുണ്ടോ? എന്റെ സഹോദരങ്ങൾക്കുണ്ടോ? ഇവരൊക്കെ കർത്താവ് വന്നാൽ പോകുമോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. എനിക്കറിയത്തില്ല. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി എത്ര പേര് ഒരുങ്ങി കാത്തിരിക്കുന്നുണ്ട്. ആ ആത്മാവിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു വചനം ഞാൻ എപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതുമാണ്. എന്നാൽ ആ വചനത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, കർത്താവ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി. ആ ശക്തി എന്ന് പറയുന്നത് വളരെ ഭയങ്കരമാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ കർത്താവിന്റെ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറയുന്ന ഒരു സാധാ ശക്തിയല്ല. കാരണം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടേതായത് അല്ലാത്തൊരു ശക്തി, നമ്മുടെ ഈ മർത്യ ശരീരങ്ങളിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു ശക്തി, ആ ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ അതിനുവേണ്ടി കാംക്ഷിക്കുക. കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് ആ ശക്തിയുടെ വലിപ്പം? കാരണം ആ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സാത്താന്യ ശക്തികൾക്കെതിരെ എതിർത്ത് നിൽക്കുവാൻ കഴിയും. ഞാൻ ഈ ദിവസങ്ങളിൽ എന്റെ ഈ വീട്ടിൽ, ഞാൻ ഈ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ വന്ന ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ആരംഭത്തിൽ തന്നെ ഈ ആത്മാവിന്റെ ഇരട്ടി ശക്തിയുടെ ഒരു വലിപ്പം ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. കാരണം ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യം കടന്നു വന്ന സമയത്ത് എനിക്ക് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ വന്ന ആ കുറച്ച് നാളുകൾ, ഒരു മാസത്തിന് ശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പം എനിക്ക് ആ പ്രഗ്നൻസിയുടെ പ്രോബ്ലം ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം എനിക്ക് സിവിയർ ആയിട്ട് മോർണിംഗ് സിക്നസ് ഉണ്ടായിരുന്നു, എപ്പോഴും വോമിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തെ ഓക്കെ, ചിലപ്പോൾ അതിന്റെ ആയിരിക്കും എനിക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും ഭയങ്കര ഭയം, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നുള്ള ചിന്ത, തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണമെന്നുള്ള ചിന്ത. വളരെയധികം ഭാരപ്പെട്ടെന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞൊക്കെ വേറെ റൂമുണ്ട്, ആ റൂമിൽ പോയി കിടന്നു. ഞാൻ സ്ഥിരമായിട്ട് ആ റൂമിൽ കിടക്കുവാൻ തുടങ്ങി. അവിടെ കിടക്കുമ്പോൾ കുഴപ്പമില്ല, തിരിച്ച് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ എനിക്ക് അവിടെ കിടക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല.
ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്ത പ്രശ്നങ്ങളാണ്. സിവിയർ വോമിറ്റിംഗ്, എന്റെ തലകറക്കം. അപ്പൊ ഞാൻ ആദ്യം ഇതൊക്കെ ചിന്തിച്ചതൊക്കെ നോർമൽ. ഞാൻ മറ്റുള്ളവരോട് ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നോർമലാണ്, പ്രഗ്നൻസി ഇതുള്ളതാണ്, മോർണിംഗ് സിക്നസ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ടു. എന്നാൽ ഞാൻ വേറൊരാളുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റി ഉണ്ട്. ആ ആന്റി ഫാമിലി, ഞാൻ ഇവിടെ ഒറ്റയ്ക്കിറങ്ങി വന്നതേ ഉള്ളൂ, എനിക്കിവിടെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ട് ആ ആന്റി പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, മോളെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നു. തലകറക്കൊക്കെ ഉള്ളതല്ലേ, വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി, എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആരുമില്ല. അപ്പം ആ അമ്മച്ചിയും പ്രിയ അപ്പച്ചനും എന്നെ വീട്ടിലേക്ക് കടന്നുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവരുടെ ഭവനത്തിലായിരിക്കും, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് നോർമൽ ഒരു പ്രഗ്നൻസിയുടെ സിംറ്റംസിനേക്കാൾ ഉപരി എന്തോ ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട്. ഞാനിത് എന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഞാനിത് നോട്ടീസ് ചെയ്തു, ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് എനിക്ക് പ്രശ്നം, ആ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. മമ്മി പറഞ്ഞു പ്രാർത്ഥിക്കും. മമ്മിയും പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. അന്ന് മമ്മി എന്നോട് പറഞ്ഞു, മോളെ ഒരു പൈശാചിക പോര് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ആയിട്ട് ലൈക്ക് നമ്മുടെ നാട്ടിലായിരിക്കുമ്പോഴും ഞാൻ സഭയിലായിരിക്കുമ്പോഴും നമ്മുടെ ലൈക്ക് ചർച്ചകളിൽ പ്രേയറിലും ഉപവാസ പ്രാർത്ഥനയിലേക്ക് പോരും പോരാട്ടമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ വിഷയം ഞാൻ 2-3 പേരുമായിട്ട് മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞു, അപ്പോൾ അവരെന്നെ നോക്കി ചിരിക്കാനിടയായി തീർന്നു. പോരാട്ടമോ, ഇതൊരു ലൈക്ക് നോർമൽ ഒരു പെന്തുക്കൂസുകാരുടെ പറച്ചില്ല. ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്ത് ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ ഉള്ളവർ അത് ആരും വിശ്വസിക്കത്തില്ല ഇങ്ങനെ ഒരു കാര്യം, അത് നിന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ, അവർ ആ ഒരു ആസ്പെക്റ്റിൽ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ ചേച്ചാ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ദൈവിക ശക്തിയുണ്ട്, അതുപോലെ തന്നെ പൈശാചിക പോരാട്ടമുണ്ട്. ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ആണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. പറഞ്ഞു അതൊക്കെ ശരി, പക്ഷെ ഇവിടെ ഉള്ളവർ അത് അത്രയും നോട്ട് വിശ്വസിക്കത്തില്ല. ഞാൻ പക്ഷെ ഞങ്ങളുടെ സഭയിലുള്ള കുറച്ച് ആന്റിമാരോടും ദൈവദാസനോടും ഫാമിലിയോടും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. ദൈവമക്കളെ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഇടയ്ക്ക് വരുന്ന സമയത്ത് എന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ദിവസം ഈ റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്തു ഇവിടെ ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പൊ അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ പാമ്പിനെ സ്വപ്നം കാണുക, എന്നെ ആരോ ഓടിക്കുന്നത് പോലെ കാണുക, വലിയ ആന ചവിട്ടാൻ വരുന്നത് കാണുക, ഇങ്ങനത്തെയൊക്കെ ദുർസ്വപ്നങ്ങളാണ് കാണുന്നത്. രാത്രി എഴുന്നേറ്റ് ഇത് പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. പിറ്റേ ദിവസം കിടക്കുമ്പോൾ ഇതുപോലെ തന്നെ. അപ്പൊ ഞാൻ മമ്മിയോട്, മമ്മി എനിക്ക് പറ്റുന്നില്ല, എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ സൈക്കോളജിക്കലി ഒത്തിരി ഡൗൺ ആകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ദൈവമക്കളെ അന്ന് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. മമ്മി എന്നോട് പറഞ്ഞു, നീ അഭിഷേകം പ്രാപിച്ചതല്ലേ? ഞാൻ പറഞ്ഞു അതെ മമ്മി. അന്യഭാഷയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് മമ്മി. പിന്നെ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിശാചിനെതിരെ നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, നിങ്ങൾ അതിന് എന്താ ചെയ്യേണ്ടത്? സർവായുധ വർഗം ധരിക്കണം, നിങ്ങൾക്ക് എപ്പോഴും യുദ്ധമുണ്ട്. ഞാൻ അന്ന് എന്നോട് മമ്മി പറഞ്ഞ ചില വാക്കുകൾ എന്റെ ഹൃദയത്തിൽ അത് ഇപ്പോഴും പതിഞ്ഞു കിടക്കും. മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിന്റെ അഭിഷക്തരാ, അതുപോലെ തന്നെ നമുക്ക് പോരാട്ടമുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നൊക്കെ ബൈബിളിൽ ആ ഒരു കോണ്ടസ്റ്റിൽ എഴുതിയിരിക്കുന്നതിന്റെ കാര്യം തന്നെ നമ്മൾ ദൈവത്തിന്റെ പടയാളികളാണ്. നമ്മൾ എക്സാക്ട്ലി ഒരു പടയാളിയാ, ഒരു സോൾജിയറാ. അപ്പം പടയാളികൾക്ക് യുദ്ധമില്ലെങ്കിൽ നിന്നെ പടയാളിന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ല. യുദ്ധമില്ലെങ്കിൽ ഒരു സോൾജിയർ എന്താ ചെയ്യുന്നത്? അവിടെ വെറുതെ ഇരിക്കുക. അവനെ ഒരു പട്ടാളക്കാരനാണെന്നോ അല്ലെങ്കിൽ അവനൊരു പോരാളിയാണെന്നോ അവന്റെ പോരാളി എന്നുള്ളൊരു പേര് അവന് കിട്ടത്തില്ല. കാരണം അവൻ ഇതുവരെ പോരാടിയിട്ടില്ല. യഥാർത്ഥമായി പോരാടിയവർക്ക് മാത്രമേ പോരാളി എന്നൊരു പേര് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത്, ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളോട് പോരാട്ടം ഉള്ളത് ഇപ്പോഴും ശത്രുവിന് പോരാട്ടമുണ്ട് നമ്മളോട്. കാരണം അവന് നമ്മളെക്കുറിച്ച് പലപ്പോഴും അറിയത്തില്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ പിശാചിനറിയാം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പദ്ധതികൾ. അവൻ ഉയർത്തപ്പെടും, അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും എന്ന് കാണുമ്പോൾ പിശാച് എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അപ്പോൾ അമ്മ എന്നോട് ഈ വാക്ക് പറഞ്ഞു, നീ ഒരു പോരാളിയാ, ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കണം, അതുകൊണ്ട് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ ഞാൻ ചെയ്ത കാര്യം, പിറ്റേ ദിവസം ഞാൻ ഈ റൂമിലേക്ക് കടന്നു വന്ന, മാച്ചാച്ചൻ ജോലിയിലാണ്. ഞാൻ ഈ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു പേടി ഉള്ളിലുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഈ റൂമിനകത്ത് എനിക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറി. ദൈവമക്കളെ യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്റെ തലം മാറുന്നതായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആത്മാവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു ഈ റൂമില്. ഞാനിങ്ങനെ ആ ആത്മാവിന്റെ സാന്നിധ്യം ഇങ്ങനെ അനുഭവിച്ചുണ്ടെങ്കിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി, കർത്താവേ ഈ ഭവനം കർത്താവിന്റെ ഭവനമാണ്, എനിക്ക് കർത്താവ് ഈ ഭവനത്തിൽ ജീവിക്കാൻ അവകാശവും അധികാരവും അങ്ങ് നൽകി തന്നിട്ടുണ്ടെങ്കിൽ ഈ ഭവനത്തിൽ കർത്താവ് വാണാ മതി, പിശാചി വാഴണ്ട. ഇപ്പോൾ തന്നെ ഇതിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡല ശക്തികൾ ഇവിടുന്ന് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ആത്മാവിലായി അന്യഭാഷ പറയുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ സംഭവിച്ച കാര്യം ഞാൻ പറയാം. ഞാനിങ്ങനെ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ റൂമിനകത്ത് അല്ലാത്തപ്പോൾ ഞാൻ കയറി വരുമ്പോഴൊക്കെ എനിക്കൊരു അന്ധകാരം, അതിൻ്റെ ഒരു ഇരുട്ട ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുക ഒരു വെയിൽ
ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ശീല ഇങ്ങനെ മാറിപ്പോകുന്നു, കറുത്ത ശീല ഈ മുറിയിൽ നിന്ന് മാറിപ്പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഭയമില്ല, ഭീതിയില്ല. എനിക്ക് അന്ന് രാത്രികാല സ്വസ്ഥതയോടുകൂടി ഈ റൂമിൽ കിടന്നുറങ്ങുവാനിടയായി തീർന്നു. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ പോരാട്ടങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് ആത്മാവിന്റെ സർവായുധവർഗം ധരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നു, ആത്മാവിൽ പോരാടണം എന്നൊക്കെ പറയുന്നു. പോരാട്ടം ഇല്ലെങ്കിൽ നമുക്ക് കഴിയുമോ? ഇന്ന് രാത്രികാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കും, ദൈവാത്മാവ് എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ പറയാം, നമ്മുടെ തലമുറയെ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിൽ അധിവസിക്കുന്ന ചില പൈശാചിക പോരാട്ടങ്ങളുണ്ട്. അത് അവരുടെ ബിഹേവിയറിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ട് എന്റെ തലമുറ ഇങ്ങനെയായി പോയി. അവരിൽ കാണുന്ന കോപം, അവരിൽ കാണുന്ന ശാഠ്യം. നമ്മൾ ഇപ്പൊ നോർമലി നമ്മളിപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ചിലരോടൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കും, അവർ പറയും ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, അത് അവരുടെ ഏജിന്റെ പ്രോബ്ലമാണ്, അത് നോർമലി ഉള്ളതാ, സൈക്കോളജിക്കലി ഉള്ളതാ. യെസ്, അത് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാനതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് 80% ഓഫ് പ്രോബ്ലംസ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടതും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതുമായ കാര്യങ്ങൾ പൈശാചിക പോരാട്ടമാണ്. എന്നാൽ നമ്മൾ അതിനെ ഇങ്ങനെ കവറപ്പ് ചെയ്യുക, നമ്മൾ അതിനെ കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ തലമുറകളെ പിശാച് അവന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവമക്കളെ നമ്മൾ ഉപവസിക്കണം, തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിശാചിന് അവരെ തൊടുവാൻ കഴിയത്തില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ മാതാവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് എന്റെ പപ്പായും മമ്മിയും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ നഴ്സിംഗിന് പോകുന്ന സമയത്ത് ഞാൻ കണ്ട കാര്യമാണ്. എന്റെ പപ്പായും മമ്മിയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, കർത്താവ് യേശുവിന്റെ രക്തം കൊണ്ട് എന്റെ തലമുറയെ മുദ്രയിടുന്നു, കർത്താവ് ഇവരുടെ യാത്രകളിൽ യേശുവിന്റെ രക്തം അവരോടൊപ്പം പോകണമേ എന്ന്. അതിന്റെ കാരണം പിശാചിന് യേശുവിന്റെ രക്തത്തെ തൊടാൻ കഴിയില്ല. യേശുവിന്റെ രക്തത്തിൽ നമ്മൾ കവറപ്പാണ്, പിശാചിന് പേടിയാ നമ്മളെ തൊടാൻ. അതുകൊണ്ട് എപ്പോഴും യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന, കർത്താവെ എന്നെയും എന്റെ പ്രിയപ്പെട്ടവനെ എന്റെ 2 തലമുറയും ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന വാഹനത്തെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു, ഞങ്ങളുടെ ഭവനത്തെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അതിന്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞ് ഞാൻ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിതെന്റെ സാക്ഷ്യമാണ് ദൈവമക്കളെ പറയുന്നത്. ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ആത്മാവിൽ പോരാടണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എന്നെ ഈ പ്രെയർ ലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. തലമുറയുടെ ബിഹേവിയേഴ്സ്, ചില തലമുറയുടെ ദുശാഠ്യം, ദേഷ്യം, വാശി, ഇതൊക്കെ കാണുമ്പോൾ ചില മാതാപിതാക്കൾ വേദനപ്പെടുകയാണ്. ഇതെന്തുകൊണ്ട് എന്റെ തലമുറ ഇങ്ങനെയായി പോയി? അപ്പൊ ചിലർ പറയും ഇത് ക്വൈറ്റ് നാച്ചുറൽ, ഇത് അവരുടെ ടീനേജിന്റെ പ്രോബ്ലം ആയിക്കോട്ടെ, ഞാനത് പറയുന്നില്ല. പക്ഷേ ദൈവമക്കളെ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ചില പോരാട്ടങ്ങളെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ചില ശാഠ്യവും ഒന്നും നോർമൽ അല്ല, അത് പിശാചിന്റെ പോരാട്ടങ്ങളാ. നിങ്ങളുടെ തലമുറയുടെ തലയെ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. അവർ കിടക്കുമ്പോൾ അവരുടെ മുറിയില്, അവരുടെ കട്ടിലേല്, അവരുപയോഗിക്കുന്ന ഓരോ വസ്തുക്കളേല് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കും. അവരുപയോഗിക്കുന്ന ഫോണേല് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഞാൻ പറഞ്ഞു ജനിച്ചു വീണ കുഞ്ഞുങ്ങളായിക്കോട്ടെ, നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കളായിക്കോട്ടെ, നിങ്ങളുടെ ഭവനത്തിലുള്ളത്, എപ്പോഴൊക്കെ നിങ്ങൾ അവരെ എടുത്ത് കൈ പിടിക്കുന്നു, എപ്പോഴൊക്കെ അവരെ നിങ്ങൾ എടുക്കുന്നു, കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അവരെ ചുറ്റിവെറ്റുന്ന എല്ലാ അന്ധകാര ശക്തികളും അവരെ വിട്ട് മാറിപ്പോകും. അവർ പിശാചിന്റെ ശക്തികൾ അവരെ വിട്ട് മാറിപ്പോയി അവർ ദൈവാത്മാവ് ഉള്ളവരായി വളർത്തപ്പെടുവാനിടയായിത്തീരും. ദൈവമക്കൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ തലമുറകൾ ചെറിയ പ്രായത്തിൽ തന്നെ അഭിഷേകം പ്രാപിക്കണമെന്നും? പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം, പല യൂത്തുമായിട്ട് സംസാരിക്കുമ്പോൾ എന്റെ പ്രായത്തിലുള്ള പല മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ കുഞ്ഞിനെ എനിക്ക് ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, എന്റെ മോന്റെ ആഗ്രഹം ഇതാകണമെന്നാണ്, എന്റെ മോൻ ഇതിഷ്ടമാണ്. പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അപ്പോൾ അവരോട്, ചില മാതാപിതാക്കളോട് ചോദിക്കുവാനിടയായിത്തീരും, നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ തലമുറകൾക്ക് അത് വേണം, ഇത് വേണം, അത് മേടിച്ചു കൊടുക്കുന്നു? ഒക്കെ ശരി, നല്ല കാര്യം, നമ്മൾ മാതാപിതാക്കൾ ചെയ്യണം. എന്നാൽ എത്ര മാതാപിതാക്കൾ ആകാംക്ഷയോടെ എന്റെ തലമുറകൾ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയണം, അവരൊന്ന് രക്ഷിക്കപ്പെടണം, അവർ ചെറിയ പ്രായത്തിൽ തന്നെ അഭിഷേകം പ്രാപിക്കണം, എത്ര മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്? എന്നാൽ പലരോട് ചോദിച്ചപ്പോൾ അവർ അത്രയൊന്നും അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിന്റെ ഇമ്പോർട്ടൻസ്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കോടികൾ സമ്പാദിച്ചാലും, അവർക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുത്താലും, അവരുടെ ആത്മാവ് നിത്യതയിലില്ലെങ്കിൽ, അവരുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിൽ, ദൈവമക്കളെ എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഭൗതികമായ നേട്ടങ്ങളെ ഒന്ന് മാറ്റി വെച്ചിട്ട്,
തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഒന്ന് പറയാമോ, കർത്താവേ ഞാൻ ഇത്രയും നാള് എന്റെ തലമുറയുടെ ഭൗതിക ആവശ്യങ്ങളെ നിന്റെ മുമ്പിൽ വെച്ചു, എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ആത്മീക വിഷയത്തിന് വേണ്ടി, അവരുടെ ആത്മീക കാഴ്ചപ്പാടൊന്നും മാറുന്നതിന് വേണ്ടി, അവർ ആത്മീയമായി ഒന്ന് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവേ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ തലമുറകളൊന്ന് അനുഗ്രഹിക്കപ്പെടണം കർത്താവേ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ലിസ്റ്റിനെ ഒന്ന് മാറ്റാമോ? തലമുറകൾ അഭിഷേകം പ്രാപിക്കുവാൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറയും അവരുടെ തലം മാറും ദൈവമക്കളെ, അവരുടെ കാഴ്ചപ്പാടുകൾ മാറും, നിങ്ങളുടെ തലമുറകളിലെ മാറ്റം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാനിത് പറയുന്നത് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ 10 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടതാണ്. എന്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ പപ്പായും മമ്മിയും ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല രക്ഷിക്കപ്പെടണമെന്ന്. എന്നാൽ ഞങ്ങൾ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ചർച്ച ആയിരിക്കുന്ന സമയത്ത് ചർച്ചിലൊരു കൺവെൻഷൻ നടക്കുവാനിടയായിത്തീർന്നു. ആ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന പാസ്റ്റർ രാജുമേത്ര പാസ്റ്റർ ഒരു ദിവസം ഇങ്ങനെ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു. കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വിവരിച്ചിട്ട് പറഞ്ഞു, കർത്താവ് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്നാൽ പലപ്പോഴും നമ്മൾ അത് അറിയുന്നില്ല, നമ്മളിങ്ങനെ ജീവിക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. കർത്താവിന്റെ സ്നേഹത്തെ നിങ്ങളൊന്ന് ഓർത്തി, ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പേര് നിങ്ങളുടെ ജീവിതത്തെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, കർത്താവ് ഇന്ന് വരുമ്പോൾ നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ ജീവപുസ്തകം നിങ്ങളുടെ പേര് കാണണം. ഇങ്ങനെ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ വളരെയധികം ടച്ച് ചെയ്യാനിടയായി തീർന്നു. എന്നാൽ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ ഭവനത്തിൽ കടന്നു വന്നു, റൂമിൽ ഇങ്ങനെ കിടന്നുറങ്ങുവാണ്, രാത്രിയുടെ യാമങ്ങൾ. അപ്പം ദേവദാസൻ പറഞ്ഞ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ സംഭവങ്ങൾ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകാനിടയായി. കർത്താവ് വരുന്നു, മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടെ ശേഷിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇന്ന് കർത്താവ് വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് വെച്ച് കഴിഞ്ഞാൽ പപ്പാടെ ഉമ്മയുടെ മുറിയിൽ പോയി നോക്കി, മമ്മിയും പപ്പായ എവിടെയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് വന്നിട്ടില്ല. വീണ്ടും പോയി നോക്കി. ഇങ്ങനെ ഇത് 2-3 ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരുന്നപ്പോഴും ഞങ്ങളുടെ കൺവെൻഷന്റെ അവസാന ദിവസം വന്നു. അന്ന് രാത്രിയിൽ ഇതുപോലെ കർത്താവിന്റെ ദാസന്മാർ പ്രസംഗിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. അന്ന് ഞാൻ ദൈവത്തിന് തീരുമാനം എടുത്തു, എനിക്കും കർത്താവിന്റെ വരവെങ്കിൽ പോകണം. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഒരു തിങ്കളാഴ്ച രാവിലെ എനിക്ക് സ്കൂളിൽ പോകണം. രാത്രി മൊത്തം ഇങ്ങനെ കടന്ന് ചിന്തിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി അപ്പൊ എനിക്ക് പൊതി കെട്ടു സ്കൂളിലേക്ക് പോകാൻ. മമ്മിയോട് ഞാൻ ചോദിച്ചു, മമ്മി ഇന്നലെ പാസ്റ്റർ ബച്ചനൊക്കെ പ്രസംഗിച്ചില്ല, ഇങ്ങനെ കർത്താവ് വരുമ്പോ പോകണം, ഞാൻ എന്നാ ശരിക്കും ചെയ്യേണ്ടത്? എനിക്ക് പാസ്റ്റർ പറഞ്ഞ അത്രയൊന്നും എനിക്ക് മനസ്സിലായില്ല. മമ്മി പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി തീരണം. അപ്പൊ ഞാൻ ചോദിച്ചു, മമ്മി അതെന്ത്? മമ്മി അപ്പം ഇത്രയും കേട്ടാൽ മമ്മിക്ക് ഒത്തിരി സന്തോഷം. മമ്മി ഉടനെ പണിയില്ല നിർത്തി, മമ്മി പെട്ടെന്ന് എന്നെ എടുത്ത് അവിടെ തൊട്ടടുത്ത റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മമ്മി അവിടുന്ന് ബൈബിൾ എടുത്ത് എനിക്ക് മമ്മി വചനം പറഞ്ഞു തരുവാനിടയായിത്തീർന്നു. മോളെ, കർത്താവ് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, കർത്താവ് നിനക്ക് വേണ്ടിയാണ് മുറി വെക്കപ്പെട്ടത്, കർത്താവ് നിന്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും വേണ്ടിയാണ് അടികളേറ്റത്, മരിച്ചത്, അടക്കപ്പെട്ടത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ആ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും എന്ന് പറയുവാനിടയായിത്തീർന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് എന്റെ കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ പറഞ്ഞു. മമ്മി പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കാം, എന്നാൽ മോള് ഹൃദയമായിട്ട് അത് വിശ്വസിക്കണം. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞങ്ങളൊരു ഇടുങ്ങിയ മുറിയിലാണ് അന്ന്. ആ ഇടുങ്ങിയ മുറിയിൽ ടേബിളിന്റെ തൊട്ട് സൈഡിൽ മമ്മി മുഴങ്കാലയിൽ ഇരുന്നു, ഞാനും മുഴങ്കാലയിൽ ഇരുന്നു. അന്ന് രാവിലെ സമയം, രാവിലെ 8-8:15 ആവുന്ന സമയമാണ്. ഞാൻ രാവിലെ മമ്മി പറയുന്നു എന്ന വചനം കേട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി തീർന്നു. അന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം വെളിപ്പെടുത്തണമെന്ന് അറിയത്തില്ല. ഞാനിത് ഇത്രയും പറയാൻ കാരണം ഇന്നും എനിക്ക് ആ അനുഭവം ഓർക്കുമ്പോൾ ദൈവത്തിന് കരച്ചിലാ വരുന്നത്. കാരണം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. കാരണം കർത്താവ് ഹൃദയത്തിൽ വന്നു ഈ ചരാചരങ്ങളെ മൊത്തം ഒറ്റ സൃഷ്ടിച്ച എന്റെ മഹാനായ എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വന്ന ആ ദിവസമാണ്. അതെനിക്ക് എത്ര സന്തോഷം പറയണമെന്ന് അറിയത്തില്ല. എന്നാൽ അന്ന് രാവിലെ ഞാൻ പിന്നെ സ്കൂളിലേക്ക് കടന്നുപോയി. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഇന്ന് എന്താ നിനക്ക് ഇത്ര സന്തോഷം, എന്റെ ബർത്ത്ഡേ ആണോ? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ഇന്ന് എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ അവര് ചോദിച്ചു, അതെന്തുവാ? അന്ന് 10 വയസ്സേ ഉള്ളൂ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 2000 ഫെബ്രുവരി മാസം 7-ാം തീയതി രാവിലെ 8:10 ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ദൈവമക്കളെ, ഞാനിത് പറയാൻ കാരണം അത്രയും സന്തോഷം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ദാവീദിന്റെ ആ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നു. കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേന്ന്. കാരണം ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവർക്ക് ആ സന്തോഷത്തിന്റെ വില അറിയത്തുള്ളൂ. വെറുതെ ഒരു
കൺവെൻഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് രക്ഷിക്കപ്പെടേണ്ടവർ കൈവെക്കാൻ പറഞ്ഞു ചുമ്മാ പോയി രക്ഷിക്കപ്പെടുന്നവരല്ല ദൈവമക്കളെ. ഞാൻ പല കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ പല കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവത്തിൽ ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ ഇന്ന് വേദനയോടുകൂടെയാ ഈ പ്രെയർ ലൈൻ ഞാൻ എൻ്റെ ഈ ടെസ്റ്റിമണി പറയുന്നത്. എനിക്ക് ചിലരെ ഓർത്ത് ആത്മഭാരം ഈ ദിവസങ്ങളിൽ നൽകി തരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ പല ദൈവമക്കളോട് ഞാൻ സംസാരിച്ചപ്പോൾ, പല പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത്, പപ്പായും മമ്മിയും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാ, ആക്ച്വലി ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ രക്ഷയെന്ന്. അതെന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഈ പ്രെയർ ലൈനിലായിരിക്കുന്നത് നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണോ? നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നവരാണോ? അതോ മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് സഭയിൽ പേര് ചേർക്കപ്പെടേണ്ടതിന് സ്ഥാനപ്പെട്ടവരാണോ? എന്തുവാണ് നമ്മുടെ ആ ഒരു മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് നമ്മളെ തന്നെ ഒന്നും കൂടെ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചിന്തിച്ച്. പ്രിയ ദൈവമക്കളെ, ഞാനത് പറയാൻ കാരണം, രക്ഷിക്കപ്പെട്ടു എന്നാൽ ആ ഒരു സന്തോഷം ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വളരെ ആഗ്രഹം സ്നാനപ്പെടണമെന്ന്. ഞാൻ പറഞ്ഞില്ല 10 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടതാ. ആ സമയത്തോട്ട് ഞാൻ മമ്മിയോട് പറയുന്നത്, മമ്മി ഞാൻ രക്ഷിക്കപ്പെടുന്ന എനിക്ക് സ്നാനപ്പെടണം. എന്ന പപ്പ പറഞ്ഞില്ല, ഇപ്പൊ സ്നാനപ്പെടുത്തത്തില്ല. മമ്മിയുടെ പുറകെയും പപ്പാടെ പുറകെ ഞാൻ എന്നും നടക്കും, പപ്പ എന്നെ സ്നാനപ്പെടുത്തും. പപ്പ പറഞ്ഞില്ല, ഞാനും പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഹേമം തരാതെ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തത്തില്ല. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു. മമ്മി പറഞ്ഞു, ഇല്ല മോളെ, നീ ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കണം. ആ 10 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മമ്മിയും പപ്പായും ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങൾക്ക് ഞായറാഴ്ച ഫുഡ് തരത്തില്ല ഞങ്ങൾക്ക് പിള്ളേർക്ക് ആർക്കും. പപ്പ പറഞ്ഞില്ല, ഫാസ്റ്റിംഗ് ഇരിക്കണം, പ്രാർത്ഥിക്കണം. അതൊരു ചെറിയ തുടക്കമാണ്. ഞായറാഴ്ച രാവിലെ തൊട്ട് ഫാസ്റ്റിംഗ് ഇരിക്കണം. അങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീണ്ട 2 വർഷം ഞാൻ കാത്തിരുന്നു. ഓൾമോസ്റ്റ് കർത്താവേ എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണം, എനിക്ക് സ്നാനപ്പെടണം, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പപ്പ പറഞ്ഞു, ഇല്ല സ്നാനപ്പെടുത്തില്ല, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കട്ടെ. കാരണം വരുന്നവരെയൊക്കെ സ്നാനപ്പെടുത്താൻ പാസ്റ്റർമാർക്ക് നിയോഗമില്ല. സ്നാനപ്പെടുത്തുന്നവരും കണക്ക് കൊടുക്കേണ്ടവരാ. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുവാനിടയായിരുന്നു. പപ്പായും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മമ്മിയും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ വീണ്ടും കോട്ടയത്തേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞങ്ങൾ കോട്ടയത്ത് വന്നൊരു പുതിയ പ്രവർത്തനം തുടങ്ങാനിടയായിരുന്നു. അങ്ങനെ ആ പ്രവർത്തനം തുടങ്ങുന്ന ഒരു വീട്ടിലാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വീട്ടിലാണ് ഞങ്ങളുടെ ആ ചർച്ച് ആരംഭിക്കുവാനിടയായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ നടത്തുവാനിടയായിരുന്നു. അങ്ങനെ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ എനിക്ക് സ്നാനപ്പെടണം. പപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് നടക്കും. അന്ന് ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയറിൽ മോക്ക് ഫാസ്റ്റിംഗ് ഇരിക്കാൻ കഴിയുമെങ്കിൽ നീ ഫാസ്റ്റിംഗ് ഇരിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. ഈ ഉപവാസത്തിന്റെ ഒടുവിൽ പരിശുദ്ധാത്മാവ് ഇടപെടുവാണെങ്കിൽ ഞാൻ നിനക്ക് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നീ സ്കൂളിലൊക്കെ പോകുന്നല്ലേ, ഒരു കാര്യം ചെയ്യും, ഉച്ച വരെ ഇരുന്നാൽ മതി, അവസാനത്തെ ദിവസം വേണേൽ 3 ദിവസം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. അങ്ങനെ 21 ഡേയ്സ് ഉച്ച വരെ ദൈവസന്നിധിയിൽ ഉപവസിപ്പാൻ പ്രാർത്ഥിപ്പാനിടയായിരുന്നു. അങ്ങനെ അവസാന ദിവസമായപ്പോൾ 3 ദിവസം കംപ്ലീറ്റ് ഇരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, ഒരു നേരം കഴിച്ചോ, കാരണം 7ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, ഒരു നേരം കഴിച്ചോ, രാത്രി വേണമെങ്കിൽ കഴിക്കാം, ഒരു വ്യാഴാഴ്ച രാത്രിയിൽ. അപ്പൊ പപ്പ പറഞ്ഞു, ഓക്കെ. ഇപ്പൊ ചർച്ചിൽ ചെയിൻ പ്രെയർ നടക്കുക, ഓരോ മണിക്കൂർ വെച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കണം 24 hours. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 10 തൊട്ട് 11 വരെ. പപ്പ പറഞ്ഞു 10 തൊട്ട് 11 വരെയുള്ള സമയം ഇരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണം തോന്നുവാണെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പറ്റുവാണെങ്കിൽ മോള് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ പപ്പ. അങ്ങനെ 10 മണിയായപ്പോൾ പ്രാർത്ഥിപ്പാനിരുന്നു. നമ്മുടെ ചർച്ച് പ്രെയർ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിപ്പാനിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, എൻ്റെ ഉള്ളിലെ ആഗ്രഹം സ്നാനപ്പെടണമെന്നാണല്ലോ. അപ്പൊ എൻ്റെ ചിന്ത മൊത്തം പേടിയാണ്, ഭയം കൊണ്ടാണ് ഉണ്ടായത്. കാരണം ഞാൻ സ്നാനപ്പെട്ടില്ല, അപ്പൊ കർത്താവ് വന്നാൽ ഞാൻ പോകത്തില്ല. ഈ ഒരു ഭാരം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഞങ്ങൾക്ക് വിഷയങ്ങൾ നൽകി തന്നിട്ടുണ്ട്. ഞാൻ ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 11 ഞാൻ അറിഞ്ഞില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ കരയുക. മമ്മി പറഞ്ഞത് പുറത്തു നിന്നാ കേൾക്കാം. ഞാൻ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുക. ഞാൻ കരയുന്നത് മൊത്തം ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാ. എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരുടെ വിടുതലിന് വേണ്ടി ഞാൻ ഇങ്ങനെ കരയുക. മമ്മി ഇപ്പൊ പുറത്തിരുന്ന് കേൾക്കുവാനിടയായിട്ടിരുന്നു. മമ്മിയും കൂടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നത്. മമ്മി പറഞ്ഞു, മോനെ ആത്മഭാരം ഉള്ളിൽ ഉണ്ടാവണം, എന്നും പ്രാർത്ഥിക്കണം, കരയണം. അങ്ങനെ ഞാൻ ആത്മഭാരത്തോടു കൂടെ ദൈവസന്നിധി കരഞ്ഞു. മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് കഴിക്കണ്ട, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. മമ്മി പറഞ്ഞു, നല്ല കാര്യം. പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്. ഞാൻ അന്ന് സ്കൂളിൽ പോയില്ല, ചർച്ചയിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് അവിടെ പോയിരുന്ന് ഇങ്ങനെ കരയുകയാണ് ദൈവസന്നിധിയിൽ. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശനിയാഴ്ചയായി പപ്പ പറഞ്ഞു, ഓക്കെ ഇന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞു നിന്നെ സ്നാനപ്പെടുത്തുവാൻ. അങ്ങനെ നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അപ്പൊ ഞായറാഴ്ചത്തേക്കിന് സ്നാനം ക്രമീകരിച്ചു. ഞങ്ങളുടെ കൂടെ വേറൊരു അങ്കിളും കൂടെ ഉണ്ട് സ്നാനപ്പെടുവാൻ. പ്രിയ ദൈവമക്കളെ, അന്ന് ഞാൻ ഈ ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്നാനത്തോടൊപ്പം തന്നെ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും മൊത്തം അഭിഷേകമായിരുന്നു. കർത്താവേ, എനിക്ക് നിന്റെ പരിശുദ്ധാത്മ സ്നാനം വേണം.
മമ്മി എപ്പോഴും പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, മോനെ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം നീ പ്രാപിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിനക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് പിശാചിന്റെ പോരാട്ടങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് കഴിയും. പിന്നെ മോനെ ഒന്നും പേടിക്കണ്ട, ഭയം എന്നൊരു വാക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എപ്പോഴും മമ്മി ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ അന്യഭാഷ പറഞ്ഞിങ്ങനെ മുറിയിൽ കൂടെ മമ്മി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ കാണുമ്പോൾ അന്നൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്കും ഇതുപോലെ അന്യഭാഷയിൽ സംസാരിക്കണം. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഭൂതം പിടിച്ചവരെയൊക്കെ കൊണ്ടുവരുമ്പോൾ മമ്മി ഇങ്ങനെ ചുറ്റും നടന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂതം ഓടിപ്പോകുന്നത്, അവർ വിടുതൽ പ്രാപിക്കുന്നൊക്കെ ഞാൻ ഒത്തിരി എൻ്റെ കണ്ണുകൊണ്ട് വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കർത്താവേ, എൻ്റെ മമ്മിയുടെ മേൽ പകർന്ന അഭിഷേകം അതുപോലെ എനിക്കും ഒന്ന് തരണേ അപ്പ. എനിക്കും അമ്മയോട്, മമ്മി ഇപ്പോഴും പറയും, മോനെ മമ്മി അന്യഭാഷ സംസാരിക്കുന്നത് അത് ദൈവത്തോട് സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മി പറഞ്ഞത് മോന് മനസ്സിലാവത്തില്ല, പക്ഷെ അത് കർത്താവിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത് മാത്രമല്ല, പിശാചിന് അറിയത്തില്ല നീ എന്തുവാ ദൈവത്തോട് സംസാരിക്കുന്നത്. നീ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഏത് ലാംഗ്വേജിൽ പ്രാർത്ഥിച്ചാലും പിശാചിന് മനസ്സിലാവും. എന്നാൽ നീ അന്യഭാഷയിൽ സംസാരിച്ചാൽ പിശാചിന് മനസ്സിലാവത്തില്ല. അത് നിന്റെ സീക്രട്ട് ലാംഗ്വേജ്, നിന്റെ ദൈവമായിട്ടുള്ളത്. അത് മാത്രമല്ല, നീ സീക്രട്ട് ആയിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആത്മാവിൽ ജാഗരിക്കുമ്പോൾ, നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നീ പോലും അറിയാതെ നിനക്കെതിരെ കെട്ടുന്ന കെട്ടുകള്, നിന്റെ തലമുറയ്ക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ കെട്ടുന്ന കെട്ടുകള്, അല്ലെങ്കിൽ അവന്റെ ശക്തികൾ, അവന്റെ പ്ലാനുകളെ നമ്മൾ പോലും അറിയാതെ അതൊക്കെയും തകർക്കപ്പെടുക എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൊതിയായി. കർത്താവേ, എനിക്ക് ആത്മാവിന്റെ ശക്തി എനിക്ക് നൽകി തരണം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞില്ല, രക്ഷിക്കപ്പെട്ട ആ ദിവസം തൊട്ട് കരയുക ദൈവസന്നിധി. മമ്മി പറഞ്ഞു, മോനെ, അത് ശുദ്ധിയുള്ളടത്തെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പരിശുദ്ധ ആത്മാവെന്ന പേര് അത് വെറുതെ ലഭിക്കത്തില്ല. ആത്മാവിന്റെ ആ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, യേശുപ്പച്ചാ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നെ ക്ഷമിക്കണം, എന്നെ കഴുകണം, എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പ്രിയ മക്കളെ, ഉപവാസ പ്രാർത്ഥനയുടെ 3 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയ പപ്പ എന്നോട് പറഞ്ഞു, ഓക്കെ സ്നാനപ്പെടുത്താം, അവിടെ ഇപ്പൊ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ വെള്ളി ശനി ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ ചർച്ചിൽ തന്നെ ഇരിക്കുവാനിടയായി തീർന്നു. ഞാൻ വീട്ടിൽ പോലും പോയില്ല. എന്നിട്ട് രാത്രിയിൽ തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭവനത്തിൽ പോകും. ഭവനത്തിൽ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കുവാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഇരിക്കും. മമ്മി പറഞ്ഞു, മോനെ, ഈ വാഞ്ച വേണം, അതൊരിക്കലും കളയപ്പെടരുത്. കരഞ്ഞപ്പോ മമ്മി എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവിനോട് ഒന്ന് ചോദിക്കുക, എന്നെ അഭിഷേകത്തെ നിറയ്ക്കാൻ. മമ്മി പറഞ്ഞു, മോനെ, കർത്താവിനൊരു സമയമുണ്ട്, പക്ഷെ ആ ശുദ്ധീകരണത്തിലേക്ക് നീ വരണം. ഇന്ന് രാത്രി വേണേലും കർത്താവിന് നിന്നെ നിറയ്ക്കാം. അപ്പൊ ഞാൻ ഓർത്തോണ്ടിരുന്ന സ്നാനപ്പെട്ടാൽ മാത്രമേ അഭിഷേകം കിട്ടത്തുള്ളൂ. മമ്മി പറഞ്ഞു, അല്ല, ഇപ്പൊ വേണേലും കർത്താവിന് നിന്നെ നിറയ്ക്കാം. മമ്മിയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആഗ്രഹിക്കും, കർത്താവ് എനിക്ക് നൽകി, എന്നാൽ എനിക്ക് ലഭിച്ചില്ല. ശനിയാഴ്ചയായി എനിക്ക് ലഭിച്ചില്ല. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ സ്നാനത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, എന്റെ മമ്മിയുടെ ഭവനക്കാരൊക്കെ യാക്കോബക്കാരാണ്. അപ്പോൾ എന്റെ ഭയങ്കര അവര് വിചാരിച്ച എന്റെ മാമോദിസ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ വെറൈറ്റി മാമോദിസ ഇല്ലല്ലോ. അപ്പൊ അവരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മാമോദിസയാണ്, കടന്നു വരണം. അവരും ഈ രക്ഷയുടെ സന്തോഷം കാണട്ടെന്ന് ഓർത്ത് എന്റെ മമ്മിയുടെ മാതാവിനെ വിളിച്ചുകൊണ്ട് വരുവാനിടയായി തീർന്നു. അവരെയും കുറച്ച് ഫാമിലീസ് ഉണ്ട്, അവരൊക്കെ കടന്നു വരുവാനിടയായി തീർന്നു. അന്ന് ഞങ്ങളുടെ ചർച്ചിന്റെ അടുത്ത് തന്നെ ഒരു വലിയ കടവുണ്ട്, ഒരു തോട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങളെ സ്നാനപ്പെടുത്താൻ വേണ്ടി പോകുന്നത്, മറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ ചർച്ചിന്റെ അവിടെ നിന്ന് ലൈനായിട്ട് ഇങ്ങനെ നടന്ന് ഡ്രം ഒക്കെ അടിച്ച് പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്. എനിക്കറിയത്തില്ല, ഇന്നും എനിക്ക് ആ സന്തോഷം എൻ്റെ ഹൃദയത്തിലേക്ക്, എനിക്കത് ഓർമ്മ വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളെല്ലാവരും വരിയായിട്ട് പാട്ടൊക്കെ പാടി, ജയം ജയം ഹല്ലേലൂയ എന്നുള്ള പാട്ടും യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ള പാട്ടൊക്കെ പാടി ഉറക്കെ പോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ആ ബൈബിൾ എൻ്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ വഴിയിൽ നിൽപ്പുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ കൂടെ എനിക്കെന്തോ എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു, എനിക്ക് ഇവരുടെ മുമ്പിൽ അത് പ്രൂവ് ചെയ്യണം, എൻ്റെ കർത്താവ് ജീവിക്കുന്നു എന്ന്. അങ്ങനെ ഒരു വലിയ ഭാഞ്ചിയോടുകൂടിയാണ് ദൈവമക്കളെ ഞാൻ ആ ബൈബിൾ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാനിങ്ങനെ ഉറക്ക പാട്ടൊക്കെ പാടി ആ കടവിലേക്ക് കടന്നു പോകാനിടയായിത്തീർന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ എന്നെ അഭിഷേകത്താൽ നിറയ്ക്കണം. അപ്പൊ എൻ്റെ മമ്മി പറഞ്ഞു, മോനെ, നീ കരഞ്ഞ് പ്രാർത്ഥിക്കും, ചിലപ്പോൾ നീ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ലഭിക്കും. നീ അതുകൊണ്ട് നീ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കടവിൽ ചെന്നു. കടവിൽ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഓൾമോസ്റ്റ് ചെസ്റ്റിന്റെ മേളിലുണ്ട് വെള്ളം. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് പപ്പ വെള്ളത്തിൽ നിൽക്കുന്നു, നല്ല ഒഴുക്കുണ്ട്. ആ സമയത്ത് 2001 ഒക്ടോബർ മാസം 28-ാം തീയതിയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട്
നല്ല ഒഴുക്കുണ്ട്. ഞാൻ പപ്പാടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു. പപ്പ ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞു തരികയാണ്. പപ്പ ഇങ്ങനെ ചോദിച്ച ആ ചോദ്യം ഇപ്പോഴും ഞാനത് മറന്നിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി കുരിശിൽ മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രിയാക്സ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ദൈവമക്കളെ, ഞാൻ എൻ്റെ ഉള്ള ശബ്ദം മൊത്തം എടുത്ത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. കാരണം എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നുവെന്ന് വിളിച്ചു പറയുവാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ അപ്പോഴും കരയുക, കർത്താവ് എനിക്ക് ആ സന്തോഷം എനിക്ക് നൽകണം, എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പപ്പ പറഞ്ഞു, നിന്റെ ഈ സാക്ഷ്യവാചകത്തിന് മുമ്പാകെ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ദൈവമക്കളെ, എന്നെ മുക്കി. എന്നാൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ ആ വെള്ളത്തിലേക്ക് നല്ല തണുപ്പുണ്ട്, വെള്ളത്തിലേക്ക് മുങ്ങുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഞാനൊരു തീജ്വാലയ്ക്ക് അകത്തൂടെ കടന്നു പോകുന്നത് പോലെ മാത്രമേ എനിക്കൊരു ഓർമ്മയുള്ളൂ. എന്നാൽ പിന്നീട് ഞാൻ അനുഭവിച്ചത് പപ്പായ്ക്ക് പോലും എന്നെ പിടിക്കാൻ കിട്ടിയില്ല. കാരണം ഞാൻ ഓൾമോസ്റ്റ് പപ്പായുടെ ഹൈറ്റിന് മുകളിലേക്ക് ഉയർന്നിട്ടൊന്ന് താന്നു. അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പപ്പ പിന്നെ എല്ലാവരും കൂടെ എന്നെ പിടിച്ചു നിർത്തും. പപ്പ എന്നെ പിടിച്ച് അടക്കി നിർത്തിയിരിക്കും. കാരണം വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്. പിന്നീട് ഞാൻ കാണുന്നത് ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അഗ്നി നാവെന്നൊക്കെ പറയുന്നത് പോലെ നാവിനുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി ഞാൻ അഭിഷേകം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെട്ട് ഇറങ്ങി വന്നു. എന്നാൽ എനിക്ക് പിന്നെയുള്ള അനുഭവം, എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെയാണ് തിരിച്ചുള്ള യാത്രയിൽ പോകുന്നത്. നടന്നു പോകുമ്പോൾ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാൻ പാടുന്നത് മുഴുവൻ അന്യഭാഷയിലാണ്. കാരണം എനിക്ക് ഈ അന്യഭാഷ നിർത്താൻ പറ്റുന്നില്ല, പാടാൻ കഴിയുന്നില്ല. ഞാൻ ആ സ്നാനപ്പെട്ട് കടവിൽ നിന്ന് കയറിയ സമയം തൊട്ട് അന്യഭാഷ പറഞ്ഞു. അന്നത്തെ ആരാധനയും കഴിഞ്ഞു ആശീർവാദം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അന്യഭാഷ നിർത്തുന്നത്. കാരണം അത്രത്തോളം ഫ്ലോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. കർത്താവിന്റെ മേശയിൽ നിന്നൊക്കെ ഭക്ഷിക്കുമ്പോൾ, കർത്താവിന്റെ ആ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുമ്പോഴൊക്കെയും ആത്മാവിൽ ഇങ്ങനെ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് ഞാൻ ദൈവമക്കളെ, ആ ഒരു സന്തോഷമുണ്ടല്ലോ, ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ സന്തോഷം കിട്ടത്തില്ല. കാരണം നമ്മുടെ ഈ അഖിലാണ്ടത്തെ മൊത്തം സൃഷ്ടിച്ചവനായ നമ്മുടെ കർത്താവ്, ആ കർത്താവിനോട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം, അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ എത്ര ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ പലർക്കും ആ ഭാഗ്യത്തിന്റെ വില അറിയത്തില്ല. അതിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും സംസാരിക്കുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് വില കുറച്ച് കാണുന്ന അവസ്ഥ. പലരോട് ഞാൻ സംസാരിക്കുമ്പോൾ, ഞങ്ങളെപ്പോലുള്ള യൗവനക്കാരോട് സംസാരിക്കുമ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, എന്തിനിങ്ങനെ കിടന്ന് ചാടുന്നത്, എന്തിനിങ്ങനെ കിടന്ന് തുള്ളുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാനൊരു തീ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ എനിക്കുണ്ടായത്. അതായത് തീക്കനലെ ചവിട്ടി നിൽക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായത് ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ. ഞാൻ ചോദിച്ചു, നിങ്ങളെ ഒരു തീക്കനലിൽ നിർത്തിയാൽ നിങ്ങൾ അനങ്ങാതെ കാല് ഒരു സ്റ്റെപ്പ് പോലും ചാടാതെ നിൽക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അറിയാതെ ഓരോ ചുവടുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. കാരണം കാല് പൊള്ളുക. ഇതുപോലെ തന്നെയാണ് എനിക്കുണ്ടായ അവസ്ഥ. നിൽക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ മുമ്പിൽ നമ്മളൊരു കരണ്ട തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അനങ്ങരുത്, ഞാൻ അനങ്ങാതെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കരണ്ട തൊടാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതിന്റെ ശക്തി, ആ പവർ നമ്മളെ അടിച്ചു തെറിപ്പിച്ച് കളയും. ഇതുപോലെ തന്നെ ഈ അത്യുന്നതിന്റെ ശക്തി, ഞാനിപ്പോ പറഞ്ഞ വചനം ദൈവമക്കളെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ച ആ ശക്തി, ഉയർപ്പിന്റെ ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമക്കളെ, നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയും? നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ശക്തി. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പ്രേയർ ലൈനിൽ ഇപ്പോൾ എന്നെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ദൈവമക്കളെ, എത്ര പേര് അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ചിട്ടുണ്ട്? നിങ്ങള് ആ ശക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള പ്രയാസങ്ങളൊന്നും പ്രയാസമായിട്ട് തോന്നത്തില്ല. നിങ്ങൾ രോഗബാധിതരായി തീർന്നോട്ടെ, നിങ്ങളുടെ ശരീരം ബലഹീനമായിക്കോട്ടെ, എന്നാൽ നിങ്ങൾക്കൊന്ന് അന്യഭാഷയിൽ സ്തുതിക്കുവാൻ കഴിയുമോ? സ്തോത്രം പറയുവാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക വിടുതൽ അനുഭവിച്ചറിയാൻ കഴിയും. ഞാൻ എൻ്റെ ഒരു ടെസ്റ്റിമണി, ഈ അഭിഷേകത്തിന്റെ ശക്തിയുടെ ഒരു ടെസ്റ്റിമണി കൂടെ ഞാൻ പറയാം. ഈ നിയമക്കളെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ കടന്നു വന്ന് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന മൂത്ത പെൺകുഞ്ഞിന് 2019 ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ് എൻ്റെ ഡെലിവറി നടക്കുന്നത്. എൻ്റെ മമ്മി അന്ന് നാട്ടിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മമ്മി, ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മമ്മി മരുന്നെടുക്കാത്ത ആളാണ്. മമ്മി ഞങ്ങളെ 4 കുഞ്ഞുങ്ങളെയും പ്രസവിച്ചത് വീട്ടിലാണ്. മമ്മിയുടെ ഡെലിവറിയുടെ ടെസ്റ്റിമണീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര
എന്തോ പറയുന്നത് മാനസികമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്. മമ്മി കടന്നുപോയ സിറ്റുവേഷൻസ് ഉണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം വിടുവിച്ചു. അപ്പോൾ ഈ അനുഭവങ്ങളും ഈ സാക്ഷ്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മമ്മി എപ്പോഴും എന്നെ അത് പറഞ്ഞ് എൻകറേജ് ചെയ്യുമായിരുന്നു. മമ്മി ഇവിടെ വന്ന ആ ലാസ്റ്റ് ടൈമിലൊക്കെ, മോനെ നീ ടെൻഷൻ അടിക്കരുത്, നീ പ്രാർത്ഥിക്കണം, ഡെലിവറിക്ക് കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറണം, അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. കാരണം മമ്മി ഡെലിവറിയിൽ ആയിരിക്കുന്ന സമയത്ത് മമ്മി പറഞ്ഞിട്ടുണ്ട്, വേദനയൊക്കെ വരുമ്പോൾ മമ്മി ബാക്കിയുള്ള ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഡെലിവറി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ എല്ലാവരും കരയും കാറും ഒക്കെ ചെയ്യും. എന്നാൽ നമ്മൾ ദൈവമക്കളാണ്, നമുക്ക് കർത്താവിന്റെ ശക്തിയുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് ആ വചനം മോൻ ഏറ്റെടുത്ത് മോൻ പ്രാർത്ഥിച്ചോണം, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു വേണം, അപ്പം നിനക്ക് ബലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് മമ്മി എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്തിട്ടാ എന്നെ ഡെലിവറിക്ക് വിടുന്നത്. അപ്പം ഞാൻ പറയും, മമ്മിയും കൂടെ വന്നേരം എൻ്റെ കൂടെ റൂമിൽ, എനിക്കതൊരു ബലവാ. അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ദൈവമക്കളെ, ഞാനിങ്ങനെ ഡെലിവറിയുടെ പെയിനിലായിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എൻ്റെ ലേബറിന്റെ ആ പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ പെട്ടെന്ന് എൻ്റെ നെഞ്ചിനകത്തൊരു വലിയ വേദന വരുവാനിടയായി തീർന്നു. എൻ്റെ BP പെട്ടെന്ന് ഡ്രോപ്പായി താഴോട്ട് പോയി. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ സഫക്കേഷൻ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓക്സിജൻ കൊണ്ട് തന്നു. പക്ഷെ എനിക്ക് തന്നെ നോർമലായിട്ട് എനിക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. അവർ പെട്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ BP ലോ ആയി. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ നെഞ്ചത്തോട്ട് ആരാണ്ട് വലിയ കല്ലെടുത്ത് വെക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗാ. അപ്പം എൻ്റെ തൊട്ടടുത്ത് മമ്മി എൻ്റെ അടുത്ത് നിൽപ്പില്ല, മമ്മി തൊട്ടടുത്തൊരു സോഫായിൽ മമ്മി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സും നഴ്സുമാർ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കുന്നത് മമ്മി അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പം മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല, മമ്മി ഒന്ന് വിളിക്കുക, അച്ഛാ എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ. എനിക്ക് ശ്വാസം കിട്ടാത്തത് കൊണ്ട് വാക്കുകൾ വരുന്നില്ല, കൂടെ വേദന. അപ്പം വളരെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ മമ്മി ഒന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അപ്പം ഞാനിങ്ങനെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനൊരു ശ്വാസം ഇങ്ങനെ എടുക്കാൻ, പെട്ടെന്ന് എനിക്കൊരു ശ്വാസം ഇങ്ങനെ എടുക്കാൻ കിട്ടി. അപ്പം ഞാൻ ആ ശ്വാസം ഇങ്ങനെ എടുത്ത കൂട്ടത്തിൽ ഞാനിങ്ങനെ മമ്മിയെ ഇങ്ങനെ നോക്കി, എടുത്ത ആ ഒരു ശക്തിയിൽ ഞാൻ നോക്കി. പെട്ടെന്ന് മമ്മി എഴുന്നേറ്റ് വരുന്നു. അപ്പം ഞാൻ ഓർത്തി, കർത്താവ്, ഞാൻ മമ്മി വിളിച്ചില്ല, മമ്മി ഇനി എങ്ങോട്ടെങ്കിലും പോവാണോ? പെട്ടെന്ന് മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് മമ്മി പറഞ്ഞു, എന്നോടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. മമ്മി പെട്ടെന്ന് എൻ്റെ നെഞ്ചത്തോട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട്, മമ്മി ഹോസ്പിറ്റലാണ്, ഡോക്ടേഴ്സ് ഒന്നും മമ്മി നോക്കിയില്ല. മമ്മി എൻ്റെ നെഞ്ചത്തോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞു, തലമുറയെ തരത്തില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനോടും എന്നോട് വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡല ശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മി ഈ വാക്യം പറഞ്ഞു, മക്കളെ നീ കാണും, നീ ഭാഗ്യവാൻ, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വീണ്ടും വീണ്ടും മമ്മി ഇത് പറയുക, ഞാൻ എൻ്റെ തലമുറയും കാണും, ഞാൻ എൻ്റെ കൊച്ചുമോളെ കാണും. ഇങ്ങനെ മമ്മി ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ഞാൻ ഓർത്തത് എന്താ മമ്മി പറയുന്നത്? പെട്ടെന്ന് ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓക്സിജൻ കിട്ടാൻ തുടങ്ങി, എൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആവാൻ തുടങ്ങി. ദൈവമക്കളെ, ആ ഒരു ശക്തിയിലാണ്, സത്യം പറഞ്ഞാൽ ആ ഒരു ശക്തിയുടെ വില എനിക്ക് അന്ന് പകൽക്കാലം എൻ്റെ ലേബർ ടേബിളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരണം അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്ന വലിയ ശക്തിയാ. ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയുമ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തികൾ, അതായത് നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ മെഡിക്കൽ കണ്ടീഷൻ രീതി കാണും. പക്ഷെ എനിക്കത് പറയാൻ അറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന്. നെഞ്ചിലേക്ക് ഒരു വലിയ കല്ലെടുത്ത് വെക്കുന്ന പോലെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ. എന്നാൽ മമ്മിക്ക് അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു, മമ്മിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ശത്രു എൻ്റെ ജീവനോടും തലമുറയോടും പോരാടുകയാണെന്ന്. മമ്മി എഴുന്നേറ്റ് ഓടി വന്ന് മമ്മി എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാത്താന്യ ശക്തികൾ അകന്നു മാറി ദൈവം അനുഗ്രഹിക്കപ്പെട്ട വിടുതല നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കാണുവാൻ ഇടയായി തീർന്നു. ഞാനിത് പറയുന്നതിന്റെ കാരണം, നമ്മൾക്ക് പലപ്പോഴും ഈ ആത്മാവിന്റെ ശക്തിയുടെ വില മനസ്സിലാവത്തില്ല. നമ്മൾ പലപ്പോഴും പേടിച്ച് ഭീരുക്കളെ പോലെ പിശാചിന്റെ പ്രവൃത്തികളെ ഘോഷിച്ചുകൊണ്ടിരിക്കും. കാരണം പിശാചിന്റെ പോരാട്ടമാണോ, എനിക്ക് കഴിയത്തില്ല കേട്ടോ, വലിയ കൃപാവരം ഉള്ളവരെ വിളിക്കണം, വലിയ പ്രാർത്ഥന നടത്തണം, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത്, നമ്മൾക്ക് ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന എന്താ? ഇൻഡിവിജ്വലി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ നമ്മളൊരു സൈന്യത്തെ ഒന്നും കൂട്ടണ്ട, നീ ഒറ്റയ്ക്ക് നിന്നാ മതി. അതാ ഏലിയാവ് ഗേഹസിയോട് പറഞ്ഞ കാര്യം എന്താ? നീ അവരുടെ ശക്തിയെക്കാളും വലിയവരാ നമ്മുടെ കൂടെ ഉള്ളവര്. നീ അവരുടെ ശക്തി കണ്ടു, അവരുടെ വലിപ്പം കണ്ട് നീ പേടിക്കണ്ട. കാരണം ഏലിയാവിനറിയാം ഏലിയാവ് സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം എന്താന്ന്. ഏലിയാവിന്റെ മേലുള്ള ആത്മാവിന്റെ ശക്തിയുടെ വലിപ്പം ഏലിയാവിനറിയാം. ഇതുപോലെ തന്നെ നമ്മൾ റിയലൈസ് ചെയ്യണം നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്താണെന്ന്. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ മമ്മിയുടെ ഒരു അനുഭവം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നതിന്റെ ഒരു വിടുതൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. പ്രിയ ദൈവമക്കളെ, എനിക്ക് 3-4 വയസ്സുള്ളപ്പോൾ
എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സ്കൂട്ടർ കിട്ടിയ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടൊരു പ്രാർത്ഥിച്ച ദൈവം ഞങ്ങൾക്കൊരു സ്കൂട്ടർ നൽകി തന്ന സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ സ്കൂട്ടറുമായിട്ട് എൻ്റെ പപ്പായും മമ്മി ഒരിക്കലും ഒരു കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പാമ്പാടിയിൽ ഒരു വളവുണ്ട്, വലിയൊരു വളവ്. ആ വളവ് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് മമ്മി സ്കൂട്ടറിൽ നിന്ന് വീഴുവാനിടയായിട്ടുണ്ട്. എന്നാൽ പപ്പ അറിഞ്ഞില്ല മമ്മി പോയത്. പപ്പ വണ്ടി വിട്ടങ്ങ് പോയി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പ എന്തോ സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കി മമ്മി ഇല്ല. അപ്പൊ മമ്മി ഇല്ല എന്ന് കണ്ട പപ്പ പെട്ടെന്ന് വണ്ടി തിരിച്ചു വന്നു. അപ്പൊ ഈ സമയത്ത് മമ്മിയുടെ ടെസ്റ്റിമണി ഇതാണ്: മമ്മി വണ്ടിയിൽ നിന്ന് വീഴുകയും താഴോട്ട് വീഴുകയും മുഖം അടിച്ചാ വീഴുന്നു. ഫ്രണ്ടിലോട്ട് മുഖം ചെന്ന് റോഡിലോട്ട് ഇടിക്കുകയും മമ്മി പെട്ടെന്നൊരു ദൈവശബ്ദം കേട്ടു: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു, അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. ഈ ദൈവശബ്ദം കേട്ടോണ്ടാ മമ്മി വീഴുന്നത്. അപ്പൊ മമ്മിക്ക് മനസ്സിലായി അസ്ഥിയൊന്നും ഒടിഞ്ഞിട്ടില്ല. പക്ഷെ മമ്മിക്ക് ബോധമുണ്ട്, ഉള്ളിൽ ബോധമുണ്ട്, പക്ഷെ മമ്മിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് മമ്മിക്ക് അറിയാം വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് പുറകെ ഒരു ബസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മിക്കറിയാം ബസ് അടുക്കാറായി. മമ്മി ഇപ്പൊ റോഡിന്റെ നടുക്ക് കിടക്കുന്നുണ്ട്. മമ്മിക്ക് സൈഡിലോട്ട് മാറണമെന്നുള്ള ഉള്ളിൽ ബോധമുണ്ട്. മമ്മി എന്ത് ചെയ്തു? പതുക്കെ ഇങ്ങനെ ഉരുണ്ട് വഴിയുടെ സൈഡിലോട്ട് മാറുവാനിടയായിരുന്നു. അപ്പൊ ഈ ബസ്സിൽ പപ്പായും മമ്മിയും ഒക്കെ കൺവെൻഷന് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ആ ബസ്സിലുണ്ടായിരുന്നു. അവർ നോക്കി പപ്പ തിരിച്ച് സ്കൂട്ടറായി വരുന്ന കണ്ടുകൊണ്ട് അവരും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവരും പപ്പായായിട്ട് മമ്മി ഇങ്ങനെ അന്വേഷിച്ച് വരുവാനിടയായി തീർന്നു. ഇവരിങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ മമ്മി സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ട്. മമ്മിയെ വിളിച്ചപ്പോൾ മമ്മിക്ക് ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പപ്പ മമ്മിയെ എടുത്തു. അപ്പൊ തൊട്ടടുത്തൊരു ജീപ്പുകാരൻ വണ്ടിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു പെട്ടെന്ന് വണ്ടിയിലോട്ട് എടുക്കും, ആശുപത്രി പോകാം. പപ്പ ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ട് മമ്മി എടുക്കുന്നത്. സ്തോത്രം കർത്താവേ, സ്തോത്രം പറഞ്ഞുകൊണ്ട് മമ്മിയെ പെട്ടെന്ന് കോരിയെടുത്ത്. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴാണ് ഇവിടെ സ്തോത്രം പറഞ്ഞു കൊണ്ടുപോകണം ആശുപത്രിയിൽ എന്ന് പറഞ്ഞു. ഇത് കേട്ട് പപ്പ പറഞ്ഞു, ആശുപത്രിയിലൊന്നും പോകണ്ട, ഇവിടെ മരുന്നെടുക്കത്തില്ല, ആശുപത്രിയിൽ പോകണ്ട. അപ്പൊ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വിശ്വാസികൾ എല്ലാവരും കൂടെ പെട്ടെന്ന് പപ്പായും മമ്മിയും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തൊട്ടടുത്തുള്ള ഒരു നോർമൽ ജില്ലാശുപത്രിയിലോട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവര് മമ്മിയുടെ കണ്ടീഷൻ കണ്ട. കാരണം മമ്മി ഒരു വെള്ള സാരി ഉടുത്തിരുന്നത്, മുഖം അടിച്ച് വീണത് കൊണ്ട് മമ്മിയുടെ മുഖത്ത് മൊത്തം ബ്ലഡാ. മുഖം മൊത്തം ഇഞ്ചേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ ബ്ലഡ് നിൽക്കുന്നില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മമ്മിയുടെ ദേഹം മൊത്തം ബ്ലഡ്, പപ്പായുടെ ദേഹത്ത് മൊത്തം ബ്ലഡ്. അപ്പൊ അവർ ഈ സിറ്റുവേഷൻ കണ്ടപ്പോഴേ അവർ പറഞ്ഞു തലയടിച്ചല്ലേ വീണത്, അതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. മമ്മി അപ്പൊ അവിടുന്ന് മമ്മിയുടെ കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മമ്മിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. മമ്മി ഇങ്ങനെ കയ്യിൽ പപ്പായ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു നോ, എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. കാരണം മമ്മി മരുന്ന് ഉപയോഗിക്കത്തില്ലല്ലോ. ദൈവമക്കളെ, അങ്ങനെ മമ്മി ഇത് പറഞ്ഞത് കണ്ട് പപ്പായ്ക്ക് അറിയാം മമ്മി ആശുപത്രി കൊണ്ടുവന്ന് മമ്മിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പപ്പ എന്ത് ചെയ്യുന്ന വെച്ചാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്ത് മമ്മിയും കൊണ്ട് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി. ആ ക്ലിനിക്കിൽ നമുക്കറിയാവുന്ന ഒരു നേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പപ്പ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനെ ആശുപത്രി പോകണ്ട. അപ്പൊ ആ ചേച്ചി ഒരു TPM-കാരി. അപ്പൊ ചേച്ചിക്ക് അറിയാം മമ്മി ഇങ്ങനെ മരുന്ന് ഉപയോഗിക്കത്തില്ലെന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് മമ്മ ഒന്ന് ക്ലീൻ ചെയ്യാം, മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, പിന്നെ കോൺഷ്യസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, കാരണം അല്ലെങ്കിൽ പ്രശ്നവും തലയ്ക്ക് വല്ല ഇഞ്ചുറി ഉണ്ടെങ്കിൽ അറിയത്തില്ല. മമ്മിയോട് സംസാരിക്കുന്നതല്ല മമ്മി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല. പക്ഷെ മമ്മിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഈ ആക്ഷൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അവര് ഒരു തുണിയിൽ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ എടുത്ത് പെട്ടെന്ന് മമ്മിയുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പം മമ്മി മരുന്ന് എടുക്കത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരി നല്ല സപ്പോർട്ടീവായിട്ട് മമ്മിയുടെ കൂടെ നിന്നിട്ട് പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാൻ മരുന്നൊന്നും തരത്തില്ല, ആൻറ്റി പേടിക്കണ്ട, ഞാൻ പക്ഷേ ആൻറ്റിയുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. മുഖം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് അവർ കണ്ടത് മമ്മിയുടെ നെറ്റിയിലെ മുറി വാഴമുള്ളതാണ്. അതുപോലെ തന്നെ താടിയേലെ ഒരു വൂണ്ടുണ്ട്, അത് വലിയൊരു വൂണ്ടാണ്. കാരണം ഒരു വലിയ കല്ല് ഈ വീണ ശക്തിയിൽ മമ്മിയുടെ താടിയേൽ കയറിയിരിപ്പുണ്ട്. അത് മാത്രമല്ല, താടിയെല്ല് നമ്മുടെ ഈ ജോയിന്റ് ഇല്ലേ, ആ ജോയിന്റ് പൊട്ടലില്ല, പക്ഷെ അതിങ്ങനെ ലോക്ക് തെറ്റി അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുക. അതുകൊണ്ട് താടി ഒരു സൈഡിലോട്ട് ഇങ്ങനെ കോടിയിരിക്കുക, ഇങ്ങനെ താന്ന് കിടക്കുക. അതുകൊണ്ട് മമ്മിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, താടിയെല്ലിന്റെ പൊസിഷൻ മാറിക്കിടക്കുക. അത് പിന്നെ പിടിച്ചിടണം. അപ്പം ഇത് ഡോക്ടർ, ഈ നേഴ്സ് മമ്മിയോട് പറയുന്നുണ്ട്, ആൻറ്റി അതുകൊണ്ടാണ് മമ്മിക്ക് സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ മമ്മിയുടെ മുഖത്ത് ഒട്ടും തൊലിയില്ല, മൊത്തം കല്ലുകൾ കയറിയിരിക്കുക. ഈ ചിന്നിന്റെ താഴത്തെ വൂണ്ട് വലിയ വൂണ്ടാണ്, കാരണം വലിയൊരു കല്ലായിരിക്കുന്നു. അപ്പൊ അതൊന്ന് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അന്നൊരു പുള്ളിക്കാരൻ തന്നെ ആ കല്ലെടുത്തു, ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് ഫ്യൂച്ചർ ചെയ്യണം. മമ്മി പറഞ്ഞു നോ,
അപ്പൊ അതിങ്ങനെ പൊളന്നിങ്ങനെ തുറന്ന് വല്ലാതിരിക്കുക. അപ്പൊ അപ്പം ഈ നേഴ്സ് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഒരു ഹിന്ദുവാ, ഡോക്ടറെ ഈ പുള്ളിക്കാരി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നതല്ല. അപ്പൊ ചോദിച്ചു പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പുള്ളിക്കാരന് ദേഷ്യമായി. അപ്പൊ പറഞ്ഞു ഓക്കെ, അവർക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് എന്താ അത് എഴുതി മേടിച്ചിട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പപ്പായെ കൊണ്ട് ലെറ്റർ എഴുതി മേടിപ്പിച്ച് സൈൻ ഇട്ടിട്ട് പപ്പായ മമ്മി വീട്ടിലേക്ക് വിട്ടു. പോരുന്ന വഴിയിൽ വീട്ടിൽ വന്നു. പപ്പായ്ക്ക് മമ്മി അറിയാവുന്നത് കൊണ്ട് തന്നെ ദൈവമക്കളോട് പറഞ്ഞു, നാളെ തൊട്ട് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക മമ്മിയുടെ വിടുതലിന് വേണ്ടി, അതുകൊണ്ട് നിങ്ങൾ വരണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞു. ഇപ്പൊ കാപ്പാടി ചർച്ചിലുള്ള കുറച്ച് വിശ്വാസികൾ തിങ്കളാഴ്ച രാവിലെ തൊട്ട് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, മമ്മിയുടെ മുഖം മൊത്തം ചതഞ്ഞിട്ട്, ഈ ഞാൻ പറഞ്ഞല്ലോ കല്ല് മാത്രം എടുത്തു കളഞ്ഞിട്ടുള്ള ആ വൂണ്ട് ഇങ്ങനെ വലുതായിട്ട് നിൽക്കുക, ജസ്റ്റ് ഒരു ബാൻഡേഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജോ തെറ്റിക്കിടക്കുക, മമ്മിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ജോ ഇങ്ങനെ മമ്മിയുടെ താടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക ഒരു സൈഡിലോട്ട് കോടിയിട്ട്. ആകെ ചെയ്യുന്നത് പപ്പ പ്രാർത്ഥിച്ച എണ്ണ വെച്ചിട്ടുണ്ട്. പപ്പ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ പ്രാർത്ഥിച്ച എണ്ണ മമ്മിയുടെ മുഖത്തിങ്ങനെ തുണി വെച്ചിങ്ങനെ തൊട്ട് കൊടുക്കും. വെള്ളം മമ്മിക്ക് ഇറക്കാൻ പറ്റത്തില്ല, കുടിക്കാൻ മമ്മിയുടെ കൈ ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. അതൊരു തുണിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് മമ്മിയുടെ ചുണ്ടയിൽ ഇങ്ങനെ നനച്ചു കൊടുക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടെയായിരുന്നു മമ്മി കടന്നു പോയിക്കൊണ്ടിരുന്നത്. പപ്പായും പപ്പായുടെ അമ്മച്ചിയാണ് മമ്മി നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരു വലിയൊരു ഭയാനകമായ ഒരു അവസ്ഥ. മമ്മിയുടെ മുഖത്തേക്ക് ആർക്കും നോക്കാൻ പറ്റില്ല, കാരണം മുഖം മൊത്തം ഇഞ്ചേർഡാണ്. നീര് വെച്ചിട്ട് മുഖം മൊത്തം അങ്ങ് നീര് വെച്ചു, വല്ലാത്തൊരവസ്ഥ. അപ്പൊ ഒരു കവള് മമ്മിയുടെ ഭയങ്കര ബാഡായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മേ ബി ഇതൊരു പ്ലാസ്റ്റിക് സർജറി വല്ലതും ചെയ്യേണ്ടി വരും, കാരണം അത്രയും ഭാഗത്തെ കുറച്ച് മാംസം ഇങ്ങനെ അടന്നു പോന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ മൊത്തം ഈ പസ് ഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് വീണ്ടും കോംപ്ലിക്കേഷൻ ആവത്തേ ഉള്ളൂ. ഇതൊക്കെ മമ്മിയോടും പപ്പായോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടത്. ഓരോ ദിവസം കഴിയുമ്പോൾ മമ്മിയുടെ മുഖം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി, വീർത്ത് വന്നു. അങ്ങനെ ബുധനാഴ്ചയായി മമ്മിയുടെ മുഖം വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കടന്നു പോവാ. അപ്പൊ മമ്മിക്ക് വെള്ളം മാത്രമേ മമ്മി കുടിക്കുന്നുള്ളൂ, സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പം പപ്പായുടെ മമ്മിക്ക് ഒരു ബുക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മമ്മി അവത്തേൽ എഴുതി മമ്മിയുടെ ആവശ്യങ്ങൾ പറയും. ദൈവമക്കളെ, ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ സമയമായപ്പം മമ്മി പപ്പയോട് പറഞ്ഞു, പപ്പ ഇവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുമോ വീട്ടിൽ? അങ്ങനെ പപ്പ കുറച്ച് വിശ്വാസികളോട് പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിൽ പാഴ്സനേജിൽ എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനിരുന്നു. ദൈവമക്കളെ, ഞാൻ പറയാൻ വന്നത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഈ വ്യാഴാഴ്ച രാത്രിയിൽ, വെള്ളിയാഴ്ച പകലത്തെ പ്രാർത്ഥന വീട്ടിലാണ്, എന്നാൽ വ്യാഴാഴ്ച രാത്രി കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. വ്യാഴാഴ്ച രാത്രി ഞങ്ങളുടെ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനയിൽ മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് എന്റെ കർത്താവിനെ നാവെടുത്ത് സംസാരിക്കണം. എന്റെ മമ്മി എന്ന് പറഞ്ഞാൽ ഉള്ള സൗണ്ട് മൊത്തം എടുത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളാ. കിട്ടുന്ന അവസരം മൊത്തം ഉള്ള ശബ്ദം, ഉള്ള ആരോഗ്യം മൊത്തം എടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാ. കർത്താവ്, ഇന്ന് എനിക്ക് വാ തുറന്നൊരു സ്തോത്രം പോലും പറയുവാൻ കഴിയുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് മമ്മിക്ക് വേദനയുണ്ടായി. മമ്മി അങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ്, എനിക്ക് എൻ്റെ മേൽ ദൈവത്തിന്റെ ആ ശക്തി ഒന്ന് ഇറക്കണമേ കർത്താവ്, എൻ്റെ മേലുള്ള ആ ശക്തി എനിക്ക് ആ ഉള്ള ശക്തിയിൽ എനിക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കണം, എൻ്റെ കർത്താവിനെ സ്തുതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബൈബിളിൽ ഒരു വചനമുണ്ടല്ലോ, ദാവീദ് പറയുന്നത്, ഞാൻ എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ധ്യാനത്തിങ്കൽ തീ കത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, നമ്മള് അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അത് തന്നെ, എന്റെ ധ്യാനത്തിങ്കൽ തീയും കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ധ്യാനം എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ ഉറക്കെ പ്രാർത്ഥിച്ചു ഒന്നും ചെയ്യുന്നില്ലായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവിന്റെ ക്രൂശ്, ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ ആ ഒരു ധ്യാനം എന്ന് പറയുന്നത് ഒരു ഡെപ്ത് ഉണ്ട് അതിന്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഡെപ്ത് അത്. കാരണം നമ്മൾ ചുമ്മാ നമ്മൾ വാ തുറന്ന് ചിലപ്പോൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കില്ല. എന്നാൽ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാണ് ദൈവവുമായിട്ട്. മമ്മി ഇങ്ങനെ ഹൃദയം ഏകാഗ്രമാക്കി ദൈവത്തിന് കർത്താവിന്റെ ക്രൂശിനെയൊക്കെ ധ്യാനിച്ച് മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, പെട്ടെന്ന് ദൈവത്തിന്റെ അത്യന്ത ശക്തി മമ്മിയുടെ മേൽ വരുന്ന മമ്മിക്ക് ശരിക്കും മമ്മിയുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുവാനിടയായിത്തീർന്നു. മമ്മി ഇങ്ങനെ ആത്മാവിന്റെ ശക്തിയിൽ മമ്മി ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മമ്മിക്ക് വൊമിറ്റ് ചെയ്യുന്ന പോലെ, വായിൽ എന്തോ ഇങ്ങനെ വരുന്നത് പോലെ തോന്നി. മമ്മി പെട്ടെന്ന് തൊട്ടടുത്തിരുന്ന ഒരു വലിയ കപ്പ് അവിടെ വെച്ചിട്ടുണ്ട്, ആ കപ്പിനകത്തോട്ട് മമ്മി ഇങ്ങനെ തുപ്പിയപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് കപ്പോളം ഈ അകത്ത് ചതഞ്ഞു കിടന്ന ബ്ലഡും പഴുപ്പും എല്ലാം കൂടെ വരുവാനിടയായിത്തീർന്നു. ഈ കവള് എന്താ പറഞ്ഞ ചതഞ്ഞു കിടന്ന കവള്, വൂണ്ടഡായ കവളിൽ നിന്ന് ചതഞ്ഞു കിടന്ന മൊത്തം ബ്ലഡും പഴുപ്പും മൊത്തം പുറത്തു വന്നു. നമ്മുടെ കവള് രണ്ടും ചൊങ്ങി,
നോർമൽ സ്ഥിതിയിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് റിക്കവർ ആയി വരാൻ താമസം എടുക്കും, ആന്റിബയോട്ടിക് കഴിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ മാംസം വെക്കേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞതാ. എന്നാൽ ദൈവമക്കളെ ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല. കർത്താവ് തൊട്ടു, കർത്താവ് സൗഖ്യം കൊടുത്തു. പിന്നെ ഈ ജോയുടെ വിഷയം, ജോ ഇങ്ങനെ കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നടക്കുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ധ്യാനിക്കാൻ മാത്രമേ കഴിയുന്നു, എനിക്ക് നാവെടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. കർത്താവേ അങ്ങയുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ദാവീദ് അവന്റെ ധ്യാനത്തെങ്കിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ ധ്യാനിച്ചപ്പോൾ നാവെടുത്ത് സംസാരിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഈ ധ്യാനത്തെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ഏകാഗ്രമായിരിക്കുമ്പോൾ കർത്താവേ ആ ക്രൂശിനിൽ ദൈവം ചൊരിഞ്ഞ രക്തത്താൽ എന്നെ തൊടണം, എന്നെ വിടുവിക്കണമെന്ന് മമ്മി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമക്കളെ സംഭവിച്ചത്, മമ്മി ട്രൈ ചെയ്യുക അന്യഭാഷയിൽ ആരാധിക്കാൻ. മമ്മി ഇങ്ങനെ അന്യഭാഷ പറയാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ എടുത്ത് ഉള്ള സ്ട്രെയിൻ മൊത്തം എടുത്ത് മമ്മി അന്യഭാഷ പറയാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴല്ലോ ദൈവമക്കളെ, മമ്മി പറയാൻ തുടങ്ങുന്നത് മാത്രമേ മമ്മിക്ക് ഓർമ്മയുള്ളൂ. ഓൾ ഓഫ് എ സഡൻ സ്മൂത്ത് ആയിട്ട് മമ്മി സംസാരിക്കാൻ തുടങ്ങി. മമ്മി പറയുന്ന മമ്മിയുടെ അനുഭവം ഇതാണ്, പെട്ടെന്ന് പിക്കുന്ന ഒരൊച്ച കേട്ടു. ആ ഡിസ്ലൊക്കേറ്റ് ആയി കിടന്ന ജോ നോർമൽ പൊസിഷനിലേക്ക് വരുവാനിടയായി തീർന്നു. ആ മമ്മി പറഞ്ഞൊരു അനുഭവമുണ്ട്, നമ്മൾ അന്യഭാഷ പറയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയിൽ നമ്മളൊന്ന് ആരാധിക്കാൻ നമ്മളൊരു ശ്രമം നടത്തണം. അല്ലെങ്കിൽ നമ്മളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള ഒരു അനുഭവത്തിലല്ല, നമ്മളായിട്ട് ഒരു ശ്രമം നടത്തണം. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനോട് ധ്യാനിക്കുവാൻ, നമ്മുടെ ആ ശക്തിയിൽ ആരാധിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി ആ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്യും. കാരണം മമ്മി തന്നെ പറഞ്ഞു, കാരണം ഡോക്ടറെ പിന്നീട് മമ്മി കണ്ടപ്പോൾ ആ നേഴ്സിനോട് ആ ഡോക്ടർ ചോദിച്ചു വിടാറുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് പുള്ളിക്കാരി, റിക്കവർ ആയോ, ജീവനോടെ ഉണ്ടോ എന്നൊക്കെ. പുള്ളിക്കാരി ഈ സാക്ഷ്യം പറഞ്ഞു എന്റെ മമ്മിയെ കാണണമെന്ന്. അങ്ങനെ മമ്മി ഒരു ദിവസം ഡോക്ടറെ കാണാൻ പോയി. മമ്മിയുടെ ഫ്രണ്ടിലത്തെ 3 പല്ല് അന്ന് പോയായിരുന്നു, മമ്മിക്ക് പല്ലില്ല, ഫ്രണ്ടിലെ 3 പല്ല് പോകാനിടയായി തീർന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് വെക്കണം, പിന്നെ ഓരോ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് മമ്മി പുള്ളിക്കാരനെ കാണാൻ ചെന്നായിരുന്നു. മമ്മിയെ കണ്ടപ്പോൾ പുള്ളിക്കാരന് തന്നെ അതിശയമായി, കാരണം സ്റ്റിച്ചില്ലാതെ ഈ വൂണ്ട് അടുക്കത്തില്ല എന്ന് പറഞ്ഞ ആ ഡോക്ടർ മമ്മിയെ കണ്ടപ്പോൾ മമ്മിയുടെ മുഖത്ത്, ഇന്ന് എന്റെ മമ്മിയെ കാണുന്നവർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നാന്ന്. മമ്മിയെ ദൈവം പൂർണ്ണമായിട്ട് വിടുവിച്ചു. മമ്മി പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിന്റെ വിടുതൽ കർത്താവ് അയച്ചാൽ അത് മറ്റുള്ളവർക്ക് പോലും കാണുമ്പോൾ മനസ്സിലാവത്തില്ല ഇതിങ്ങനെ ഒരു അപകടം നടന്നതാണ്. അതുപോലെ ദൈവം മാറ്റും. മമ്മി പറഞ്ഞൊരു കാര്യം, മനുഷ്യൻ കൈ വെച്ചാൽ അതിനകത്ത് ഏറ്റക്കുറച്ചിൽ വരും. ഇപ്പം നമ്മൾ തന്നെ അറിയാമല്ലോ, സ്റ്റിച്ചസ് പലരുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ വീണതിന്റെ ഒക്കെ ഓരോ പാടും സ്റ്റിച്ചും ഒക്കെ. മമ്മി ചോദിച്ചു, മോളെ എന്റെ മുഖത്ത് ഇപ്പോഴും നോക്കി എന്തെങ്കിലും ഒരു പാടുണ്ടോ? ഇല്ല. എന്നാൽ മമ്മി ഒരു മേജർ ആക്സിഡന്റ് കഴിഞ്ഞതാ. അങ്ങനെ നമ്മൾ നോക്കിയാൽ ദൈവം ചെയ്യുമ്പോൾ അങ്ങനെ മമ്മി കർത്താവ് പറയുന്നത്, കർത്താവിന്റെ വിടുതലും കർത്താവിന്റെ അത്ഭുതങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു പോരായ്മ പറയാനില്ല. ബൈബിളിൽ തന്നെ എഴുതുന്നു, അവൻ വിടുവിക്കുകയും അവൻ മുറിക്കുകയും മുറിവ് പൊറുപ്പിക്കുകയും ചെയ്യുന്നവനാണ്, ചതയ്ക്കുകയും തൃക്കൈ കൊണ്ട് പൊറുപ്പിക്കുകയും ചെയ്യും. അപ്പൊ കർത്താവ് ചതച്ചത് കർത്താവ് തന്നെ പൊറുപ്പിക്കുന്ന ഒരു ദൈവമാണ്. കാരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ കർത്താവ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠകരമായി ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും മമ്മി പറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ രോഗത്തിന്റെ അവസ്ഥകളിൽ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ എപ്പോഴും കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രിയ മക്കളെ, ഇന്ന് രാത്രി ഞാനിത് പറയാൻ കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ പറയാൻ വന്ന വിഷയങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി ലാസ്റ്റ് വന്നത് ഇവിടെയാണ്. ഞാനത് പറയാൻ വന്ന കാര്യം, ആത്മാവിന്റെ ശക്തി തിരിച്ചറിയുക. ഏലിയാ ചോദിച്ചതുപോലെ, കർത്താവേ നിന്റെ ഇരട്ടി പങ്ക്, ഏലിയാവിനോട് പറഞ്ഞു, നിന്റെ ഇരട്ടി പങ്ക്, നിന്റെ മേൽ പകർന്നതിന്റെ ഇരട്ടി പങ്ക്. എന്തിനാ ഇരട്ടി പങ്ക്? ശത്രുവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ. ഈ കാലഘട്ടത്തിൽ നമുക്കത് ഏറ്റവും ആവശ്യമാണ്. രോഗസൗഖ്യം എല്ലാം വേണം, പക്ഷെ ഏറ്റവും ആവശ്യം ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ആ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചാൽ, കർത്താവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തി പ്രാപിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. കാരണം ഈ ശക്തി കൊണ്ട് നമുക്ക് ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ലഭിക്കുന്ന സമയമൊക്കെ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഈ പ്രയർ ലൈൻ എനിക്ക് ഏറ്റവും സന്തോഷം അതാ. ഞാൻ പലപ്പോഴും ഈ പ്രയർ ലൈൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് കയറിയപ്പോഴും ഒരു കർത്താവിന്റെ ദാസി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുവാനാണ് എനിക്ക് ഒത്തിരി സന്തോഷമായി തീർന്നത്. കാരണം അതിന്റെ വില അറിഞ്ഞവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിക്കും. നമ്മൾ അറിയാത്ത തലത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനമാനിടയായി തീർന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ നമുക്കൊന്ന് ഒരുക്കാം. എല്ലാവരും അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം. പ്രാപിക്കാത്ത ഒരു ദിവസം ആത്മാവിന്റെ സ്നാനം പ്രാപിക്കണം.
അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവ്, ഞങ്ങളുടെ ഇടയിൽ ആത്മസ്നാനം പ്രാപിക്കാത്തവർ ആത്മസ്നാനം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ തലമുറകൾ അതൊന്ന് പ്രാപിക്കണം. അതിനുവേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. ബാക്കി എല്ലാ കാര്യവും തലമുറകളുടെ വിഷയങ്ങൾ റെഡിയാകും. അതുകൊണ്ട് ദൈവമക്കളെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തുടർന്നും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഒരു അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനോടുള്ള വലിയേറിയ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇപ്രകാരം ഒരു അവസരം അടിയനും ഭൂമി നൽകി തന്നല്ലോ അപ്പാ. ദൈവമേ, എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്ന് വചനം പറയുവാനും അടിന്റെ സാക്ഷ്യങ്ങൾ പറയുവാനൊക്കെ കൃപ നൽകി തന്നല്ലോ. ഞങ്ങളെ കർത്താവെ കഴിവോ പ്രശംസയോ ഒന്നുമല്ലപ്പാ, അങ്ങയുടെ കൃപ, അങ്ങയുടെ ദയ ഒന്ന് മാത്രം. കർത്താവെ, ഇന്ന് രാത്രി കാലം ദൈവമേ അങ്ങയുടെ വചനത്തിൽ കൂടി കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. വചനത്തിലും എന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ആത്മാവിന്റെ ശക്തിയിൽ പുതുക്കപ്പെട്ടവരായി കർത്താവെ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ജാഗരിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ കർത്താവ് ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ജാഗരിപ്പാൻ ഞങ്ങളെ എല്ലാവരും ബലപ്പെടുത്തണമേ. പ്രിയ അഭിഷക്തനെ കുടുംബമായി കർത്താവെ അനുഗ്രഹിക്കണമേ. ഈ പ്രെയർ ലൈൻ അനുഗ്രഹിക്കണം. ഈ പ്രെയർ ലൈനിൽ ഓരോ സെക്ഷനിലും കയറുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ഈ പ്രെയർ ലൈനിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ്, ഈ പ്രെയർ ലൈനിൽ ആത്മസ്നാനം പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ കർത്താവ്, ഒരു ദിവസം ആത്മസ്നാനത്തിന് വേണ്ടി ദൈവമേ അങ്ങ് നയിക്കണമേ അപ്പാ. ഹല്ലേലൂയ. കർത്താവ്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച ആത്മാവിന്റെ ഹല്ലേലൂയ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ നിന്റെ ജനത്തെ നയിക്കണമേ അപ്പാ. ശത്രുവിനോട് പോരാടുവാൻ ഈ അന്ത്യകാലഘട്ടത്ത് ഹല്ലേലൂയ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ, ഹല്ലേലൂയ ശത്രുവിനെതിരെ കർത്താവെ പോരാടി ജയിപ്പാനുള്ള കൃപ നിന്റെ ജനത്തിന് മേൽ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ കുടുംബ ജീവിതത്തിനെതിരെ, തലമുറകൾക്കെതിരെ, ഹല്ലേലൂയ അവരുടെ ആരോഗ്യത്തിനെതിരെ, ആയുസ്സിനെതിരെ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം അങ്ങ് വിടുതലും ജയത്തെയും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ, ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ കർത്താവെ പ്രാർത്ഥിപ്പാൻ നിന്റെ ജനത്തെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങ് തരുന്നു. പുത്രനായ യേശുവിന്റെ നാം തന്നെ ചോദിക്കുന്നു. കൃപയോടെ എടുക്കുന്നതാണ് നല്ല പിതാവേ. ആമേൻ. Amen. Thank you very much, sister. Praise the Lord. ഈ രാവിലെ സമയത്ത് വചനം സംസാരിച്ചപ്പോഴേ ഈ രണ്ട് രാജകുമാർ രണ്ടാം അധ്യായമാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ഇതാണ് ഞാൻ ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ ഫോക്കസ് ചെയ്തൊരു വിഷയം. ഇതാ, ഏലിയാവ് ചോദിച്ചു. ഏലിയാവ് എലിച്ചെടുമേ പുറപ്പെട്ടു. ഏലിയാവിന്റെ കൂടെ എലിച്ച 12 വർഷക്കാലം പുറകെ നടന്നു, ഫോളോ ചെയ്തു. എന്തോ കണ്ടതെന്നറിയാമോ? അവസാനം പറഞ്ഞ വിഷയമുണ്ടല്ലോ, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കിടുക. അവിടെ 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്ന, when they had crossed, Elijah said to Elisha, tell me, what can I do for you before I am taken from you? And so when let me inherit a double portion of your spirit, Elisha replied. He didn't ask anything else. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ലെമി ഇൻഹെറിറ്റ് ഡബിൾ പോർഷൻ, ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ആവശ്യം. ഈ നാളുകളിൽ അതാണ് നമുക്ക് ആവശ്യം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇനി രാവിലെ ഫോക്കസ് ചെയ്തത് അത് തന്നെയായിരുന്നു. സ്തോത്രം. യേശു പരിശുദ്ധാത്മാവിന് the spirit of the Lord is upon me, he has anointed me to preach good news to poor. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു, സാധുക്കളോട് സുവിശേഷം അറിയിപ്പാൻ എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇരിക്കുന്നു കർത്താവ് പറഞ്ഞു. പത്രോസ് കൊർന്നല്യോസിന് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രസംഗിച്ചതാണ്, how God anointed Jesus of Nazareth with the Holy Ghost and with power എന്ന് കർത്താവിനെ പറ്റി അഭാവം പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ആ പരിശുദ്ധാത്മാവിന്റെ എനിക്ക് ഈ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആരാധനയാണ്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അന്യഭാഷ കൊണ്ട് ആരാധിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുളിർമ ഉള്ളൂ. അതിന്റെ വില അറിഞ്ഞവർക്കേ ഒക്കത്തുള്ളൂ. പ്രൈസിലോട് അത് അന്യഭാഷയെല്ലാം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ വില അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ എല്ലാവരും, എൻ്റെ ആഗ്രഹമൊന്ന് ഈ പ്രയർ ലൈനിൽ വരുന്ന എല്ലാവരും, ഒരാൾ മാത്രമല്ല, നോക്കിക്കേ, ഗിൽഗാദിലും ബഥേലിലും ജെറിക്കോവിലും പ്രവാചക ശിഷ്യന്മാരുണ്ട്. അവർക്കിതൊന്നും വേണ്ട, അവർക്ക് വെളിപ്പാടുണ്ട്. എന്താണെന്നറിയാം? പ്രൈസിലോട്
നിന്റെ യജമാനൻ നിന്ന് എടുക്കപ്പെടാൻ പോകുന്നു നിന്നോ. അതവർക്ക് പഠിക്കാറുണ്ട്, അവർക്കത് വേണ്ട. ആത്മാവിന്റെ ശക്തിയെ പറ്റി വലിയ ആവശ്യമൊന്നുമില്ല. അവര് പറയുന്നത് എലിശയോടും പറയും, നിങ്ങളോട് നിൽക്കുക, നിന്നെ പ്രസിഡന്റ് ആക്കിയേക്കാം. നീ നിങ്ങളോട് നിൽക്കാമെങ്കിൽ ഉടനെ എലിശ പറഞ്ഞേക്കണോ, യു ഹോൾഡ് യുവർ പീസ്, ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്, യു ഹോൾഡ് യുവർ പീസ്, യു ഹോൾഡ് യുവർ പീസ്. അത് അവരോട് പറഞ്ഞു. എനിക്ക് സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, പൊളിച്ചൊന്നും വേണ്ട. എനിക്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക നമുക്ക് ഈ ദിവസങ്ങൾ ആവശ്യം, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് മേരി ദൂതനോട് ചോദിക്കാൻ, ഹൗ ക്യാൻ ദിസ് ബി, ഇതെങ്ങനെ നടക്കും? ആത്മാവ് നിന്റെ മേൽ നിഴലിടുവാൻ. നാളുകളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആത്മാവ് വിഷയത്തിന്മേൽ നിഴലിടും. അത്യുന്നതന്റെ കരം കൊണ്ട് നീട്ടും. The Holy Spirit will overshadow on that matter. ഓപ്പറേഷൻ വേണം, പ്ലാസ്റ്റിക് സർജറി വേണം എന്ന് പറഞ്ഞെടുത്ത് ആത്മാവ് വന്നപ്പോ ഉണ്ടല്ലോ, സർജറിയും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് എന്തോ സാക്ഷ്യം അത് കേട്ടോ നമ്മള്. നോക്കണമേ, ഇതാണ് പരിശുദ്ധ യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്, സെയിം സ്പിരിറ്റ്, സെയിം സ്പിരിറ്റ്. യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കും. സെയിം ആത്മാവ് തന്നെ എന്നിൽ വസിക്കുന്ന, സെയിം SAME, സെയിം ആത്മാവ് തന്നെ എന്നിൽ വസിക്കുന്ന അതേ ആത്മാവ്. എലിയാവിന്റെ എലിച്ചേർമേൽ ഇരുന്ന അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നു. ആ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുക. ഈ ആത്മാവിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുക, പലപ്പോഴും നമ്മളങ്ങ് ലിമിറ്റ് ചെയ്യുക. അതിനുവേണ്ടി വില കൊടുത്തു. ഓപ്പറേഷൻ ഒന്നും വേണ്ട, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആഗ്രഹിച്ചതുപോലെ. ഏലിയാവ് 7 അത്ഭുതം ചെയ്തു, എലിശ 14 അത്ഭുതം ചെയ്തു. 13 അത്ഭുതം ചെയ്തപ്പോൾ എലിശ മരിച്ചു. എലിശ അടക്കി കഴിഞ്ഞപ്പോൾ പ്രജകളോട് ശത്രുവിന് നമുക്കറിയാവുന്നതാണ്, 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. എലിശ അടക്കിയ കല്ലറയിലോട്ട് ഒരു ശരീരം കൊണ്ട് ഇട്ടപ്പോ ഉണ്ടല്ലോ, അത് എഴുന്നേറ്റ് 14 അത്ഭുതം എലിശയെ കൂടെ നടന്നു. ആ വാക്കുപോലും ദൈവം മാനിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, 7 ദിവസം അല്ല 10 ദിവസം വരെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാ. എന്തിനാണെന്നറിയാം? ഈ ആത്മാവിന്റെ ശക്തി എനിക്ക് കിട്ടണം. ഈ ആത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ ചില സർജറി ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല. ലോകത്തിന് വിടുതലാകും, കുഞ്ഞുങ്ങൾക്ക് ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരും. അത് പ്രവാചകന്മാരായിത്തീരും. കർത്താവിന്റെ ആശി പറഞ്ഞ പോലെ ഈ ഭൂമിയിലുള്ള ചപ്പും ചവറിനും വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം വേണം, വേണ്ടെന്നല്ലതെല്ലാം വേണം. പക്ഷെ അതൊന്നും അല്ല വിഷയം. പണിത് കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വന്ന എന്റെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. വിഷയം. അതിനുവേണ്ടി ഉപസിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായ നമ്മളെ സഹായിക്കുമാറാകട്ടെ.